ഹരേ കൃഷ്ണ, ജയ് ശ്രീറാം. എല്ലാ ഭക്തർക്കും സ്വാഗതം. രാമായണം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സത്സംഗത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ അവതരിക്കുകയാണ്. ഭഗവാൻ ദേവന്മാർക്ക് ദർശനം നൽകി മറ്റ് ദേവന്മാരോട് പറഞ്ഞു, നിങ്ങളും ഭൂമിയിൽ അവതരിക്കാൻ പറയുകയാണ്. നിങ്ങൾ ഭഗവാന്റെ ആ സേവനത്തിന്, ഭഗവാനെ സഹായിക്കാനായിട്ട് നിങ്ങളെല്ലാവരും വാനരകുലത്തിൽ ജനിക്കണം എന്ന് പറയുക. അതിനെ തുടർന്ന് ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ദശരഥ മഹാരാജാവ് അയോധ്യയിൽ അശ്വമേധ യജ്ഞം നടത്തുകയാണ്. വളരെ വിജയകരമായിട്ട് അത് പൂർത്തീകരിക്കപ്പെടുകയാണ്. അതിൻ്റെ ഒടുവിൽ ഋഷ്യശൃംഖനും വസിഷ്ഠമുനിയും കൂടെ ഒരു അവസാനമായിട്ടൊരു യജ്ഞം ചെയ്യുകയാണ്. ആ യജ്ഞത്തിൻ്റെ ഫലമായിട്ട് യജ്ഞത്തിൽ നിന്നും വിഷ്ണുദൂതൻ വരികയാണ്. ദശരഥ മഹാരാജാവിൻ്റെ കയ്യിൽ ഒരു പ്രത്യേകം പ്രസാദം കൊടുക്കുകയാണ്, സ്വർണ്ണപാത്രത്തിൽ. എന്നിട്ട് പറഞ്ഞു, ഇത് സേവിക്കുക, നിങ്ങളുടെ ഭാര്യമാർക്ക് കൊടുക്കുക. അതിലൂടെ 4 സന്താനങ്ങൾ, ഉത്തമ സന്താനങ്ങൾ അങ്ങേക്കുണ്ടാവുമെന്ന് പറയുകയാണ്. ദശരഥ മഹാരാജാവ് വളരെ സന്തോഷത്തോടു കൂടി പ്രദക്ഷിണം ചെയ്ത് അത് കൗസല്യാദേവിയുടെ കൊടുക്കുകയാണ്. പകുതി കൗസല്യാദേവി, അത് പിന്നെ പകുതി കൈകേയി ദേവിക്കും കൊടുക്കുകയാണ്. മറ്റു 2 പേരും കൂടെ അവർക്ക് കിട്ടിയത് കുറച്ചു ഭാഗം സുമിത്രാദേവിക്ക് കൊടുക്കുകയാണ്. അതുവരെയാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്. നമുക്ക് നോക്കാം ഇനി മുന്നോട്ട് എന്താ സംഭവിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാമഹ്യം ദദാതി സ്വപദാന്തി. ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരോം വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സകലരഘുനാഥം വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സകലലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനേ നമഃ. നമാചാര്യപാദായ തായകൃപപ്രദായ ഗൗരഗദാധാമദായ നഗരഗ്രാമദായ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനേ നമഃ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാദി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശികാ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാർത്ഥ സരസ്വതീ നമഃ. ശിവാശവാനവീദേതായ കൃപാബ്ദി കൃഷ്ണസംബന്ധ വിജ്ഞാനദാന്യ മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനിക ഭക്തിര ശ്രീഗൗരകരുണ ശക്തി വിഗ്രഹായ നമോസ്തേ. ഗൗരവാണി ശ്രീമൂർത്തേ താരിണി രൂപാനിക വൃന്ദാവസിദ്ധാന്ത ഗ്രന്ഥഹരണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ വിപ്രലംബരസാംബോധിപദാംബുജായതേ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമനേ ഗൗരശക്തിസ്വരൂപായ ഗൗരാംഗരായ. ഗൗരാവിർഭാവഭൂമൈസ്തം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമാ ശ്രീജഗന്നാഥായ തേ നമഃ. ഓ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമ്നേ ഗൗരസംഗേ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താദ്യം നമാമി ഭക്തശക്തിം. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांता राधा कांता नमोस्तुते. वेदां सुरतो पंगुर्मम मंदमतिर्गति मत्सर्वस्वपादावचो राधामदनमोहन. दिव्यवृंदारण्यकल्पद्रुमद श्रीमद्रत्नागार सिंहासनस्थो श्रीमद्राधा श्रीलगोविन्ददेवो पृष्ठाभिषेकमानस्मरणम्. श्रीवंदासरसारं जीवं श्रीवरतरस्थितम्
കർഷൻ വേരുസ്മരേ ഗോപീം ഗോപീനാഥ ശ്രീസ്തല തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे राम 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 हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे हरे राम 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 हरे. मुखं करोति वाचालं पङ्गुं लङ्घयति यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यदेवं वत्सः. हरे कृष्ण. നമുക്ക് ചർച്ച തുടരാം. रघुपति राघव राजा राम पतित पावन सीताराम. रघुपति राघव राजा राम पतित पावन सीताराम. सीताराम सीताराम भज प्यारे तू सीताराम. सीताराम सीताराम भज प्यारे तू सीताराम. रघुपति राघव राजा राम पतित पावन सीताराम. रघुपति राघव राजा राम पतित पावन सीताराम. ईश्वर अल्लाह तेरे नाम सबको सन्मति दे भगवन. ईश्वर अल्लाह तेरे नाम सबको सन्मति दे भगवन. रघुपति राघव राजा राम पतित पावन सीताराम. रघुपति राघव राजा राम पतित पावन सीताराम. श्री रामचंद्र भगवान की जय. सीता मैया की जय. लक्ष्मण भरत शत्रुघ्न स्वामी की जय. हनुमत स्वामी की जय. ചർച്ച തുടരാം നമുക്ക്. അങ്ങനെ യജ്ഞം പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ ദശരഥ മഹാരാജ് വളരെ സന്തോഷത്തിലായിരുന്നു. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം അയോധ്യയിൽ താമസിക്കുകയാണ്. അദ്ദേഹത്തിന്റെ 4 പുത്രന്മാരുടെ ആ ജനനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. യജ്ഞത്തിനായിട്ട് വന്ന ബ്രാഹ്മണരും ക്ഷത്രിയരും എല്ലാം അവരവരുടെ വസതികളിലേക്ക് തിരിച്ചുപോയി, അവരവരുടെ രാജ്യങ്ങളിലേക്ക്. ഒരുപാട് കുന്നുകണക്കിന് ഉപഹാരങ്ങളും കൊണ്ടാണ് അവരെല്ലാവരും അവരവരുടെ രാജ്യത്തിലേക്ക് പോയത്. അങ്ങനെ ഉചിതമായിട്ടുള്ള സമയം വന്നപ്പോൾ കൗസല്യാദേവി ഒരു മകന് ജന്മം നൽകി. മകന്റെ പേര് രാം. ഈ സൃഷ്ടിയുടെ മുഴുവൻ അധിപനായിരുന്നു ഭഗവാൻ. പക്ഷെ കൗസല്യ ഇതെന്റെ സ്വന്തം മകനായിട്ട് കണ്ടു. കൗസല്യ എപ്പോഴും ഇങ്ങനെ കെട്ടിപ്പിടിക്കുമായിരുന്നു രാമനെ. വാത്സല്യത്താൽ രാമന്റെ ആ ഒരു ദിവ്യത്വം കൗസല്യാദേവിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കൗസല്യാദേവി രാമനെ പ്രസവിച്ചപ്പോ ദേവി ഇങ്ങനെ അതീവ തേജസ്വിനിയായിട്ട് കാണപ്പെട്ടു. ഭഗവാന്റെ കണ്ണുകൾ താമര ഇതൾ പോലെ ഇങ്ങനെ വിടർന്നിരിക്കുന്ന പോലെ തോന്നുന്നു.
അടുത്ത കൈകേയിക്ക് ഒരു പുത്രനുണ്ടായി, ഭരതൻ. സുമിത്രയ്ക്ക് കൗസല്യാദേവിയിൽ നിന്നും കൈകേയി ദേവിയിൽ നിന്നും പ്രസാദത്തിന്റെ ഒരു ഭാഗങ്ങൾ ലഭിച്ചിരുന്നു. അങ്ങനെ ഒരു ഇരട്ട കുട്ടികളുണ്ടായി, ലക്ഷ്മണനും ശത്രുഘ്നനും. ഈ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാർ ദേവന്മാരെ പോലെ കാണപ്പെട്ടിരുന്നു. അവരുടെ ആ തേജസ് കൊണ്ട് അവരിങ്ങനെ ഒരു അഗ്നിയെ പോലെ കത്തി ജ്വലിച്ച് നിൽക്കുന്നവർ തോന്നുന്നു. ദേവലോകവാസികൾ, ഗന്ധർവന്മാരെല്ലാവരും അവരൊക്കെ ഇവരെ സ്തുതിച്ചുകൊണ്ട് പല പല സംഗീത ഉപകരണങ്ങളും വായിക്കാൻ തുടങ്ങി, അതിമനോഹരമായിട്ട് പാടാൻ തുടങ്ങി. പല രാഗങ്ങളിലും അപ്സരസുകളൊക്കെ നൃത്തം ചെയ്യാൻ തുടങ്ങി. ദേവലോകത്തിൽ നിന്നും ഭൂമിയിലിരുന്നു കൊണ്ട് തന്നെ പല പല വാദ്യോപകരണങ്ങളുടെ ശബ്ദം കേൾക്കാൻ പറ്റുമായിരുന്നു. പുഷ്പങ്ങൾ എറിയാൻ തുടങ്ങി മുകളിൽ നിന്നും. അയോധ്യ നഗരി ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. അതിലെ അയോധ്യ നഗരിയിലെ ഓരോ പാതകളിലും ഒരുപാട് ജനക്കൂട്ടം വർദ്ധിച്ചു. മന്ത്രിമാരും സംഗീതം അറിയാവുന്ന വിദ്വാൻമാരും നർത്തകരും കലാവിഷ്കരണങ്ങളിൽ നല്ല മിടുക്കുള്ള വ്യക്തികൾ അവരെല്ലാവരും അവിടെ എത്തി പല രീതിയിലും അവിടെ ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് പല പല ആവിഷ്കരണങ്ങളും ചെയ്തു. ഭഗവാന്റെ ജനനത്തെക്കുറിച്ചും ഭഗവാന്റെ സഹോദരങ്ങളുടെ ജനനത്തെക്കുറിച്ചും. ആ നഗരം മുഴുവൻ അലങ്കരിക്കപ്പെട്ടു പല പല തോരണങ്ങളാലും. അതിസുന്ദരമായിട്ട് കാണുകയായിരുന്നു എല്ലാവരും. ദശരഥ മഹാരാജാവ് സന്തോഷാധിക്യത്താൽ കുന്നുകണക്കിന് സ്വർണ്ണാഭരണങ്ങളെല്ലാം ബ്രാഹ്മണർക്ക് നൽകി. എല്ലാ പ്രജകൾക്കും വിഭവസമ്പന്നമായിട്ടുള്ളൊരു സദ്യ നൽകി. വസിഷ്ഠമുനി വളരെ സന്തോഷത്തോടുകൂടി നാമകരണം ചെയ്തു. ജന്മത്തോടുകൂടിയുള്ള ചെയ്യേണ്ടതായിട്ടുള്ള സംസ്കാരങ്ങളൊക്കെ ചെയ്തു. 4 സഹോദരന്മാരിലും രാമൻ വളരെ പ്രത്യേകതയുള്ള വ്യക്തിയായിരുന്നു. രാമന്റെ ആ സുന്ദരമായിട്ടുള്ള ശരീരം, ഒരു മിനിറ്റ്. ഇവിടെ പറയുന്നു, 4 സഹോദരങ്ങളിലും രാമൻ വളരെ പ്രത്യേകതയുള്ള ആളായിരുന്നു. ഭഗവാന്റെ ശരീരഭംഗിയെ എത്ര വർണ്ണിച്ചാലും അത് പരിപൂർണമാകുന്നില്ല. ഭഗവാന്റെ നിറത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു. ഭഗവാന്റെ നിറം എമറൾഡിന്റെ നിറമാണ്. എമറൾഡ് എന്ന് പറഞ്ഞാൽ മരതകമണിയുടെ ഒരു നിറമായിരുന്നു എന്ന് പറയും. അത് പച്ച നിറമായിരുന്നു. ചില ഭക്തർ പറയാറുണ്ട് തത്തപ്പച്ചയാണ് ഭഗവാന്റെ, തത്തമ്മയുടെ പച്ചയാണ്. വളരെ വില കൂടിയ പട്ടുവസ്ത്രത്തിൽ ഭഗവാൻ അലങ്കരിച്ച് ഭഗവാനെ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. പല ദിവ്യ ആഭരണങ്ങളും അണിഞ്ഞിട്ടുണ്ട് ഭഗവാൻ. നേരെ ഒന്ന് ആലോചിച്ചു, ഒരു തത്തമ്മ പച്ചയിൽ ഭഗവാൻ ഇങ്ങനെ കിടക്കുന്നതായിട്ടല്ലേ. പൊതുവേ നമ്മൾ ശ്രീരാമസ്വാമിയെ നീല നിറത്തിലാണ് ചിത്രങ്ങളിലൊക്കെ കാണുന്നത്. പക്ഷേ രാമായണത്തിൽ പറയുന്നത് പച്ച നിറമാണെന്നാണ് ഭഗവാൻ. എല്ലാവർക്കും ഭഗവാനെ കാണുമ്പോൾ ഒരു പ്രത്യേക ആകർഷണമായിരുന്നു. എല്ലാവരുടെയും മനത്തെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാമൻ ഇവരെല്ലാവരും മെല്ലെ മെല്ലെ വളരുകയാണ്. രാമൻ എപ്പോഴും അച്ഛൻ്റെ സേവനത്തിലാണ് താല്പര്യം.
ആയുധനകലകളിൽ വലിയ നൈപുണ്യം നേടി കുതിര ഓട്ടിക്കാനും ആനപ്പുറത്ത് സഞ്ചരിക്കാനും പല രീതിയിലുള്ള രഥങ്ങൾ ഓടിക്കാനും പഠിച്ചു. ലക്ഷ്മണനാണെങ്കിൽ എപ്പോഴും രാമന്റെ സേവനത്തിലാണ് താല്പര്യം. കുട്ടിക്കാലം മുതലേ തന്നെ രാമനോടാണ് ഇഷ്ടം. രാമനെ സംബന്ധിച്ചിടത്തോളം രാമനെ പോലെ തന്നെയായിരുന്നു, അതായത് അടുത്തൊരു രാമനെ പോലെയായിരുന്നു ലക്ഷ്മണനെ സന്തോഷിപ്പിക്കാൻ രാമൻ എപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ലക്ഷ്മണൻ ഇല്ലെങ്കിൽ പിന്നെ രാമൻ ഉറക്കവുമില്ല, ഭക്ഷണവും കഴിക്കത്തില്ല. നായാട്ടിനായിട്ട് കാട്ടിൽ പോകുന്ന സമയത്ത് ലക്ഷ്മണനും കൂട്ടത്തിൽ കാണും, എല്ലാ ദിശകളിൽ നിന്നും രാമനെ സംരക്ഷിക്കാനായിട്ട്. ഇതേപോലെ ശത്രുഘ്നനും ഭരതന് വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു. അവരും അപ്പോൾ രാമലക്ഷ്മണന്മാരെ ഒരിക്കലും അകറ്റാൻ കഴിയില്ല, അതേപോലെ ഭരത ശത്രുഘ്നന്മാരെയും. എന്നാലും 4 ദിക്പാലകന്മാരുടെ സേവനത്തിൽ എങ്ങനെയാണോ ബ്രഹ്മദേവൻ സന്തുഷ്ടനായിട്ടിരിക്കുന്നത്, അതേപോലെ ദശരഥ മഹാരാജാവ് വളരെയധികം സന്തുഷ്ടനായിരുന്നു 4 പുത്രന്മാരിൽ നിന്ന്. ഈ 4 രാജകുമാരന്മാര് പുലികളെ പോലെയായിരുന്നു, വളരെയധികം ശക്തരും ഒരുപാട് ദീർഘവീക്ഷണമുള്ളവരും ഒരുപാട് ബുദ്ധിമാന്മാരും എല്ലാ കാര്യത്തിലും നല്ല മിടുക്കായിരുന്നു. അവരവരുടെ പഠനത്തിൽ വളരെയധികം ഗൗരവത്തോടുകൂടിയായിരുന്നു. എല്ലാ തരത്തിലുള്ള ക്ഷത്രിയ ധർമ്മത്തെയും അവർ വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുത്തു. ഏകദേശം അവരുടെ പഠനം പൂർത്തീകരിക്കാറായി. അപ്പോൾ ദശരഥ മഹാരാജാവ് അവരുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മഹാസിദ്ധനായ വിശ്വാമിത്ര മുനി കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. മഹർഷി ദ്വാരപാലകന്മാരോട് പറഞ്ഞു, രാജാവിനോട് അറിയിക്കൂ, വിശ്വാമിത്രൻ വന്നു, ഗതിയുടെ പുത്രനായ വിശ്വാമിത്രൻ വന്നു എന്ന് അറിയിക്കാൻ പറഞ്ഞു. ആ തേജസ്വിയായിട്ടുള്ള ഋഷിയെ കണ്ടപ്പോൾ തന്നെ ദ്വാരപാലകന്മാർ അത്ഭുതപ്പെട്ടുപോയി. അത്രയ്ക്ക് തേജസ്സായിരുന്നു മഹർഷിക്ക്. ഉടൻ തന്നെ ദശരഥ മഹാരാജാവിന്റെ അന്തപുരിയിലേക്ക് എത്തി കാര്യങ്ങൾ അറിയിച്ചു. ദശരഥ മഹാരാജാവ് ഉടൻ തന്നെ മറ്റ് മന്ത്രിമാരോടൊത്ത് ആ മഹർഷിയെ സ്വീകരിക്കാനായിട്ട് പുറത്തു വന്നു. ദേവേന്ദ്രൻ എങ്ങനെയാണോ ബ്രഹ്മദേവനെ സ്വാഗതം ചെയ്യുന്നത്, അതേപോലെ വിശ്വാമിത്ര മുനിയെ കണ്ടുടൻ തന്നെ വളരെ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുവന്നു ഇരുത്തി. സ്വയം അദ്ദേഹത്തിന്റെ കാല് കഴുകി കൊടുത്തു. എന്നിട്ട് കൈകൂപ്പി മഹർഷിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ദശരഥ മഹാരാജാവിന് ഒരുപാട് സന്തോഷമായി വിശ്വാമിത്ര മുനിയെ കണ്ടപ്പോൾ. അദ്ദേഹം പറഞ്ഞു, ഒരു വ്യക്തിക്ക് ദേവലോകത്ത് അമൃത് ലഭിക്കുന്ന പോലെയാണ് അങ്ങയുടെ ദർശനം. മരുഭൂമിയിൽ മഴ പെയ്യുന്നത് പോലെയാണ്. കുട്ടികളില്ലാത്ത ഒരു വ്യക്തിക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നത് പോലെയാണ്. നഷ്ടപ്പെട്ടുപോയ ധനം തിരിച്ചു ലഭിക്കുന്ന പോലെയാണ്. ഞാൻ അങ്ങേക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ദശരഥ മഹാരാജാവിന് വിശ്വാമിത്ര മുനിയുടെ ശക്തിയും കീർത്തിയൊക്കെ അറിയാമായിരുന്നു. വളരെ കഠിന തപസ് ചെയ്യാൻ അറിയപ്പെട്ടിരുന്നു വിശ്വാമിത്ര മുനിയെ. അദ്ദേഹത്തിന്റെ സത്സ്വഭാവത്തെക്കുറിച്ചും എല്ലാവർക്കും അറിയാമായിരുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ യശസ് അദ്ദേഹത്തിന് ലഭിച്ചത് അദ്ദേഹത്തിന്റെ അസീമിതമായിട്ടുള്ള ശക്തികളാലാണ്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ യോഗസിദ്ധിയാൽ ഒരു പ്രത്യേക ലോകത്തെ തന്നെ സൃഷ്ടിച്ചു. ഗ്രഹനക്ഷത്രങ്ങളോട് കൂടിയുള്ള ഒരു പ്രത്യേകം ഒരു സൃഷ്ടി തന്നെ സൃഷ്ടിച്ചു. അതുകൊണ്ട് ഇങ്ങനെ ശക്തനായിട്ടുള്ള ഒരു ഋഷിയെ കണ്ടപ്പോൾ ദശരഥ മഹാരാജാവിന് ഒരുപാട് സന്തോഷം തോന്നി. പക്ഷെ ചിന്തിക്കാൻ തുടങ്ങി, അദ്ദേഹം എന്തായിരിക്കും അയോധ്യയിൽ വന്നു, എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ എന്ന് വിചാരിച്ചു.
വിശ്വാമിത്ര മുനിയുടെ പാദത്തിന്റെ അവിടെ ഇരുന്നുകൊണ്ട് ദശരഥ മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മഹാസൗഭാഗ്യമാണ് അങ്ങേക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നത്. എൻ്റെ വലിയൊരു ഭാഗ്യമാണ് അങ്ങ് എൻ്റെ ഈ ദ്വാരത്തിൽ വന്നത്. വളരെ ഭയപ്പെടുത്തുന്ന ഒരു ഇരുട്ടിൽ നിന്നും അടുത്ത ദിവസം പകൽ വരുന്ന പോലെയായിരുന്നു അങ്ങയുടെ ഈ സന്ദർശനം. അങ്ങേ കാണുന്നതിലൂടെ തന്നെ ഞാൻ എത്രയോ തീർത്ഥസ്ഥലങ്ങളിൽ പോയ ആ ഒരു സൗഭാഗ്യമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങേക്ക് വേണ്ടി, അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അത് എന്തായാലും അങ്ങ് ആഗ്രഹിക്കുന്ന എന്തായാലും അതെന്തായാലും നടത്തിയിരിക്കും എന്ന് അങ്ങേക്ക്, നടന്നു എന്ന് തന്നെ അങ്ങേക്ക് കരുതാം. അങ്ങേൻ്റെ അതിഥിയാണ്, അങ്ങെനിക്ക് ഭഗവാന് തത്തുല്യനാണ്. അതുകൊണ്ട് അങ്ങയുടെ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി ഞാൻ ഒട്ടും മടിക്കത്തില്ല എന്ന് പറഞ്ഞു. ഇത്രയും മനോഹരമായിട്ട് ദശരഥ മഹാരാജാവ് സംസാരിച്ചപ്പോൾ വിശ്വാമിത്ര മുനിക്ക് ഒരുപാട് സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ ഈ വാക്കുകൾ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചിരിക്കുന്നു. അങ്ങ് നരന്മാരുടെ ഇടയിൽ ശാർദൂലമാണ്, പുലിയെപ്പോലെയാണ്. അങ്ങ് അതിശക്തമായിട്ടുള്ള ഒരു രാജവംശത്തിലൂടെയാണ് അങ്ങ് വരുന്നത്. വസിഷ്ഠമുനിയെ പോലെ ശ്രേഷ്ഠരായിട്ടുള്ള മഹർഷിമാർ അങ്ങയുടെ ഗുരുസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞ വാക്കുകൾ പ്രകാരം തന്നെ, നൽകിയ വാക്ക് പ്രകാരം എൻ്റെ ആഗ്രഹത്തെ അങ്ങ് പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്ന വിശ്വാമിത്ര മുനി 3 ദിവസം ഭക്ഷണവും ഉറക്കവും ഇല്ലാതെ പാതയിൽ നടന്ന് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സ് ഏതോ ഒരു കാര്യത്തിൽ ഉറച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരം വളരെ മെലിഞ്ഞ ശരീരമായിരുന്നു. പക്ഷെ അതേസമയം കാണുമ്പോഴേ ആ തപോബലം അദ്ദേഹത്തിൽ കാണാൻ പറ്റുമായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ നിറം സ്വർണ്ണ നിറമായിരുന്നു. ആ ശരീരത്തെ മറയ്ക്കാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ച വസ്ത്രം മാനിന്റെ തോലായിരുന്നു, കറുത്ത മാനിന്റെ തോല്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ദണ്ഡുണ്ടായിരുന്നു, കമണ്ടലും ഉണ്ടായിരുന്നു. ഇത് മാത്രമാണ് അദ്ദേഹത്തിന്റെ സ്വത്ത് എന്ന് പറയുന്നു. ദശരഥ മഹാരാജാവിൽ നിന്നും എന്തോ ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് അറിയായിരുന്നു ആ ചോദിക്കുന്ന കാര്യം ദശരഥ മഹാരാജാവിന് തരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വിശ്വാമിത്ര മുനി വളരെ ശക്തമായിട്ട് ദശരഥ മഹാരാജാവിന്റെ കണ്ണിലേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു യജ്ഞത്തിന്റെ നടുവിലാണ്. പക്ഷേ 2 ശക്തരായിട്ടുള്ള രാക്ഷസന്മാര്, മാരീചനും സുബാഹുവും, എപ്പോഴും എൻ്റെ യജ്ഞത്തിനെ തടയാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാരീചനും സുബാഹുവും ദേവന്മാരുടെയും മനുഷ്യരുടെയും ശത്രുവാണ്. അവർക്ക് ആകാശത്തിലൂടെയും പറക്കാൻ കഴിയും. അവർക്ക് ഇഷ്ടമുള്ള ഏത് രൂപവും എടുക്കാൻ കഴിയും. എന്റെ യജ്ഞം പൂർത്തീകരിക്കേണ്ട ആ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ രാക്ഷസന്മാര് നേരെ ഹോമത്തിന്റെ മുകളിൽ വന്ന് അതിൽ ഒരുപാട് മാംസങ്ങളും രക്തങ്ങളും ഒഴിച്ച് ആ ഹോമത്തെ അശുദ്ധമാക്കും. എൻ്റെ എല്ലാ സത്പ്രവൃത്തികളെയും തടയുകയാണ് അവർ. അപ്പോൾ പിന്നെ ഞാൻ ആ ഹോമം ഉപേക്ഷിച്ച് ഒരുപാട് വിഷമിച്ച് നിരാശനായി, ഞാൻ ഇത്രയൊക്കെ ചെയ്ത് വെറുതെ ആയല്ലോ എന്നൊരു ചിന്തയിൽ ആണിപ്പോൾ ഞാൻ. വിശ്വാമിത്ര മുനി പറയുന്ന എല്ലാം ദശരഥ മഹാരാജാവ് ഇങ്ങനെ സശ്രദ്ധം കേട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് അറിയാം, ഇത്രയും ശക്തനായിട്ടുള്ള വിശ്വാമിത്ര മുനി ഈ ഭൂമി ഭരിക്കുന്ന ചക്രവർത്തിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഏതോ വലിയൊരു പ്രശ്നം അദ്ദേഹം നേരിടുന്നുണ്ടെന്ന്
ദശരഥ മഹാരാജാവിന് മനസ്സിലായി. ദശരഥ മഹാരാജാവ് ചിന്തിക്കുകയാണ്, രാക്ഷസന്മാർ തീർച്ചയായിട്ടും ഭീകരജീവികളാണ്. ഋഷിമാരോട് അവർക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പാണ്. അദ്ദേഹം കേട്ടിരുന്നു രാക്ഷസന്മാരുടെ ശല്യം ഒരുപാട് വർദ്ധിക്കുന്നുവെന്നും. ഇപ്പോൾ അത് വിശ്വാമിത്ര മുനിയിൽ നിന്നും കേട്ടപ്പോൾ ഉറപ്പിച്ചു. അപ്പോൾ വിശ്വാമിത്ര മുനി പറയുക, ആ രാക്ഷസന്മാരെ ശാപത്തിലൂടെ നശിപ്പിക്കാൻ എനിക്കറിയാം, പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം ഈ യജ്ഞത്തിന്റെ ഇടയിൽ ഞാൻ ഒരിക്കലും ക്രോധത്തിന് അടിമപ്പെടുത്തില്ല എന്നൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മനസ്സ് നിയന്ത്രണത്തിലായിരിക്കണം, ഉറച്ചു നിൽക്കണം. അതുകൂടാതെ ബ്രാഹ്മണരുടെ ഒരു പ്രവണതയല്ല ശത്രുവിനെ ആക്രമിക്കുക. ഇതെപ്പോഴും രാജാക്കന്മാരുടെയും ശത്രുരുടെയും കർത്തവ്യമാണ്. അതുകൊണ്ട് അങ്ങയുടെ മൂത്ത പുത്രനായ വില്ലാളി വീരനായ രാമനെ എനിക്ക് നൽകണം. ആളിപ്പോഴും ചെറുപ്പമാണെങ്കിലും രാമന്റെ ഉള്ളിൽ ഒരു വീര്യമുണ്ട്, യഥാർത്ഥ വീര്യമുണ്ട്. അതുകൊണ്ട് രാക്ഷസന്മാർക്ക് തുല്യനുമല്ല, അതിനും മേലെയാണ് രാമൻ. രാക്ഷസന്മാരെ പോലെ ശക്തൻ മാത്രമല്ല, അതീനും ശക്തനാണ്. ഇത് കേട്ട ഉടൻ തന്നെ ദശരഥ മഹാരാജന്റെ ഇങ്ങ് തുറന്നു. എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ദശരഥ മഹാരാജൻ. കേട്ടത് ദശരഥ മഹാരാജാവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ഭയം തോന്നി ദശരഥ മഹാരാജാവിന്. അദ്ദേഹം വിചാരിക്കുക, ഇദ്ദേഹം പറയുന്നത് സത്യമാണോ? രാമനെ അയക്കാനോ? എന്നിട്ട് പറഞ്ഞു. അന്നേരം ദശരഥ മഹാരാജ് ചിന്തിക്കുകയാണ്, ദശരഥ മഹാരാജ ഒരിക്കൽ പോലും യുദ്ധക്കളത്തിൽ രാമനെ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും രാമന്റെ ആ വീര്യവും ശൗര്യത്തിലും സംശയിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും രാക്ഷസന്മാരുടെ മുമ്പിൽ എന്റെ കുട്ടി എങ്ങനെ നേരിടാനാണ്? ആ ദുഷ്ടന്മാര് പലതരത്തിലുള്ള മായാജാലങ്ങൾ ഉപയോഗിക്കും. ദേവന്മാർക്ക് പോലും അവരുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്റെ കുട്ടിയായ രാമന് എങ്ങനെയാണ് രാക്ഷസന്മാരുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയുന്നത്? അപ്പോ മുഖഭാവത്തിൽ നിന്ന് എന്താണ് ദശരഥ മഹാരാജാവിന്റെ മറുപടി എന്ന് വിശ്വാമിത്ര മുനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ആ ഭയത്തെയും ഉത്കണ്ഠയും അകറ്റാൻ വിശ്വാമിത്ര മുനി പറഞ്ഞു, രാമനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാനില്ലേ രാമന്റെ കൂട്ടത്തിൽ. അതുകൊണ്ട് സുരക്ഷിതനായിട്ട് തന്നെ രാമൻ അവിടെ യജ്ഞവേദിയിലെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ രാക്ഷസന്മാരുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന്മാരെല്ലാം അഹങ്കാരികളാണ്. രാമൻ ഒട്ടും താമസിക്കാതെ തന്നെ അവരെല്ലാം വധിക്കും. അതുകൊണ്ട് രാമനെ എനിക്ക് നൽകൂ. ഒരു 10 ദിവസത്തേക്ക് രാമൻ എൻ്റെ കൂട്ടത്തിൽ വന്നാൽ മതി. അങ്ങയുടെ ആ പുത്രവാത്സല്യം ഇതിനൊരു തടസ്സമായിട്ട് നിൽക്കരുത്. വിശ്വാമിത്ര മുനി വളരെ ഷാർപ്പായിട്ട് രാമന് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും, വരങ്ങൾ നൽകും. അതിലൂടെ അവൻ കീർത്തിമാനും യശസ്വിയായിട്ടും മാറും. ഒരു അപകടവും വരാതെ രാമനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഇതിലൊരു സംശയം വേണ്ട. ഇത്രയും പറഞ്ഞിട്ട് വിശ്വാമിത്ര മുനി ശാന്തനായി. കാരണം വിശ്വാമിത്ര മുനിക്ക് അറിയായിരുന്നു രാമൻ ആരാണ്. അദ്ദേഹത്തിന്റെ ധ്യാനത്തിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹത്തിന്റെ ഹൃദയത്തിലിരിക്കുന്ന ആ പരമാത്മാവ് തന്നെയാണ് രാമൻ. വിശ്വാമിത്രന് മനസ്സിലായി, രാക്ഷസകുല അന്തകനായിട്ടാണ് രാമൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ നിർദ്ദേശത്തിനനുസരിച്ച് ഭഗവാന്റെ ഉദ്യമനത്തിൽ ഒരു നിമിത്തമാകാൻ വേണ്ടി മാത്രമാണ് വിശ്വാമിത്ര മുനി വന്നിരിക്കുന്നത്. പക്ഷേ ദശരഥ മഹാരാജാവാണെങ്കിൽ സ്തംഭിച്ചുപോയി. അദ്ദേഹത്തിന് രാമന്റെ ആ ദിവ്യത്വം അറിഞ്ഞുകൂടാ. വിഷമത്തിൽ വളരെയധികം വിഷമിച്ച് ഒരുപാട് ദുഃഖിതനായി അദ്ദേഹത്തിന്റെ മകനെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. വിറച്ചുകൊണ്ട്, ഒരുപാട് ഹൃദയത്തിൽ വേദന അനുഭവിച്ചുകൊണ്ട്
ദശരഥ മഹാരാജാവ് ബോധം കെട്ട് വീഴുകയാണ്. ഒരു ചലനവും ഇല്ലാതെ ബോധം കെട്ട് വീഴുകയാണ്. പിന്നെ എങ്ങനെയൊക്കെയോ സുബോധം തിരിച്ചു കിട്ടി. എന്നിട്ട് വിശ്വാമിത്ര മുനിയോട് പറഞ്ഞു, താമരക്കണ്ണനായ എൻ്റെ മകൻ 16 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവ എങ്ങനെയാണ് രാക്ഷസന്മാരുമായിട്ട് യുദ്ധം ചെയ്യുക? ഞാൻ സ്വയം ലക്ഷക്കണക്കിന് യോദ്ധാക്കളുമായിട്ട് രാക്ഷസന്മാരുമായിട്ട് യുദ്ധം ചെയ്യാൻ വരാം. അങ്ങ് രാമനെ കൊണ്ടുവരുന്നു. ദശരഥ മഹാരാജാവ് ആവുന്ന രീതിയിൽ പരിശ്രമിച്ചു വിശ്വാമിത്ര മുനിയുടെ മനസ്സ് മാറ്റാൻ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശ്വാസമുള്ള ആ നിമിഷം വരെ ഞാൻ വില്ലും പിടിച്ചുകൊണ്ട് എല്ലാ രാക്ഷസന്മാർക്കെതിരെയും യുദ്ധം ചെയ്യുന്നു. എന്നിട്ട് അങ്ങയുടെ ഈ യജ്ഞത്തെ സംരക്ഷിക്കുന്നു. അതിൽ ഒരു സംശയം അങ്ങേക്ക് വേണ്ട വിശ്വാമിത്ര മുനി. എന്നിട്ട് ഒരുപാട് ദയനീയ അവസ്ഥയിൽ ദശരഥ മഹാരാജാവ് അപേക്ഷിക്കുകയാണ് വിശ്വാമിത്ര മുനിയോട്. രാക്ഷസന്മാര് വളരെ നീചന്മാരാണ്, പല രീതിയിലുള്ള കുതന്ത്രങ്ങളും മെനയും. രാമനാണെങ്കിൽ അത്ര പരിചയമൊന്നും ഇല്ല, വേണ്ട രീതിയിലുള്ള പരിശീലനം ലഭിച്ചിട്ടില്ല. ഒരു ശത്രുവിന്റെ ശക്തിയും ബലഹീനതയും എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവും എൻ്റെ രാമനില്ല. ദിവ്യാസ്ത്രങ്ങളാകെ കുട്ടിക്ക് അറിഞ്ഞൂടാ. ദശരഥ മഹാരാജാവ് വിശ്വാമിത്ര മുനിയുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നു, കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. പക്ഷെ വിശ്വാമിത്ര മുനിയുടെ മുഖത്ത് ഒരു മാറ്റവും ഇല്ല. അവസാനം പാവം ദശരഥ മഹാരാജാവ് കാലെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ദശരഥ മഹാരാജാവിന് ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു രാമനിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്ന ഒരു നിമിഷം പോലും. അദ്ദേഹത്തിന് സ്വപ്നത്തിൽ പോലും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. എത്രയോ വർഷങ്ങളായിട്ട് ഒരു മകനെ കിട്ടാൻ വേണ്ടി കൊതിച്ചിരിക്കുകയാണ്. അതും ലഭിച്ചതോ അമൂല്യമായിട്ടുള്ള ഒരു രത്നത്തെ, അതും ഇങ്ങനൊരു മകൻ. അന്നേരം ഓരോ ദിവസം കഴിയും തോറും രാമൻ വളരെയധികം പ്രിയപ്പെട്ടവനായി മാറുകയാണ് ദശരഥ മഹാരാജാവ്. പ്രത്യേകിച്ച് രാമന്റെ ആ സ്വഭാവം, മുതിർന്നവരെ ബഹുമാനിക്കുന്ന രീതി, അതൊക്കെ കാണുമ്പോൾ രാമന്റെ രൂപത്തിൽ മാത്രമല്ല ആകർഷണം, രാമന്റെ ഓരോ പ്രവൃത്തിയിലും ആകർഷണമുണ്ട്. അതുകൊണ്ട് ആ പുത്രസ്നേഹത്താൽ ദശരഥ മഹാരാജാവ് അങ്ങ് മുങ്ങിക്കിടക്കുകയാണ്. കാരണം വർഷങ്ങളായിട്ട് കൊതിച്ചിരുന്നു ഒരു പുത്രനെ, അതും ലഭിച്ചത് ഇത്രയും, ഇതിനപ്പുറം ഒരു അച്ഛന് ലഭിക്കാനൊന്നുമില്ല. അത്രയ്ക്ക് സത്സ്വഭാവിയായിട്ടുള്ള ഒരു മകനെയാണ് ദശരഥ മഹാരാജാവിന് ലഭിച്ചിരിക്കുന്നത്. ഇനി രാമനാണെങ്കിൽ ഒരു പക്വത പ്രായത്തിലേക്ക് എത്തുകയാണ്. ഇനി രാജകുമാരനായിട്ട് പട്ടാഭിഷേകം ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് യുവരാജാവായിട്ട്. അപ്പൊ രാമനെ എങ്ങനെയാണ് എനിക്ക് നഷ്ടപ്പെടുത്താൻ കഴിയുക എന്ന് ദശരഥ മഹാരാജാവ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, രാമനിൽ നിന്ന് ഞാൻ പിരിഞ്ഞിരുന്ന ഒരു മണിക്കൂർ പോലും എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എൻ്റെ മകനെ എന്നിൽ നിന്ന് അകറ്റരുതേ. അങ്ങേക്ക് വേണമെങ്കിൽ രാമനോടൊപ്പം എന്നെയും കൂടെ അങ്ങ് സ്വീകരിക്കണം പറഞ്ഞു. എൻ്റെ എല്ലാ സൈന്യത്തെയും അങ്ങ് എടുത്തോളൂ, ഞാൻ സ്വയം അവിടെ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യാം, എന്നിട്ട് എല്ലാ രാക്ഷസന്മാരെയും അവിടെ നിന്ന് അകറ്റാം. അങ്ങേക്ക് ഈ രാക്ഷസന്മാരെ കുറിച്ച് അറിയാവുന്ന എല്ലാം പറഞ്ഞു തരൂ, ഞാൻ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പോകും. അപ്പോഴാണ് അടുത്ത ബോംബ് പൊട്ടുന്നത്. വിശ്വാമിത്ര മുനി പറഞ്ഞു, രാവണൻ എന്ന് പറയുന്ന ഒരു രാക്ഷസനുണ്ട്. ബ്രഹ്മദേവനിൽ നിന്ന് ഒരുപാട് വരങ്ങൾ അവന് ലഭിച്ചിട്ടുണ്ട്, അസാമാന്യ ശക്തിയുണ്ട്. അവന്റെ അനുയായികളാണ് അസംഖ്യം രാക്ഷസന്മാർ.
ദേവലോകത്തും ഭൂമിയിലും ഒരുപാട് അത്യാചാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് ഋഷിമാരുടെയൊക്കെ യജ്ഞം തടയാൻ സമയമില്ലാത്തതുകൊണ്ട്, കാരണം വേറെ ദുഷ്കർമ്മങ്ങൾ ഒരുപാട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് പാവം ഒറ്റയ്ക്ക് എത്ര ദുഷ്കർമ്മങ്ങൾ ചെയ്യാനാണ് അല്ലേ? അതുകൊണ്ട് അവൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവന്റെ അനുയായികളെ മറ്റ് ഋഷിമാരെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. അപ്പോൾ അവന്റെ പ്രധാനപ്പെട്ട 2 സേവകരാണ് മാരീചനും സുബാഹും. രാവണന്റെ പേര് കേട്ടതും ദശരഥ മഹാരാജാവ് ഒരു നിലവിളി. രാവണനോ ചാടി എഴുന്നേറ്റ്. ദേവന്മാർക്കോ ഗന്ധർവന്മാർക്കോ എല്ലാരും ഒത്തൊരുമിച്ച്, എന്തിനേറെ പറയാം, ദേവലോകം മൊത്തം ഒന്നിച്ചാലും ആ രാക്ഷസനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ്, ഞാൻ ഒരു മർത്യനായിട്ടുള്ള ഞാൻ അവന്റെ മുമ്പിൽ പിടിച്ചിരിക്കുന്നത്? പിന്നെ എന്റെ രാമന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 16 വയസ്സുള്ള എന്റെ കുട്ടി എങ്ങനെയാണ് രാവണന്റെ മുമ്പിൽ പിടിച്ചിരിക്കുക? ബ്രഹ്മദേവൻ രാവണനെ അജയനാക്കി മാറ്റിയിരിക്കുകയാണ്. ഞാൻ എന്റെ എല്ലാ സൈന്യത്തോടു കൂടി യുദ്ധം ചെയ്താലും രാവണനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. വലിയ വലിയ യോദ്ധാക്കളെ പോലും അവൻ അടിച്ചമർത്താറുണ്ട് യുദ്ധകളത്തിൽ. ദശരഥ മഹാരാജാവ് ഇതിനോടടക്കം എത്രയോ പ്രാവശ്യം രാവണന്റെ ഓരോ യുദ്ധത്തെക്കുറിച്ച് കേട്ടിരിക്കുന്നു. അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ കുലത്തിൽ തന്നെയാണ് അനാരണ്യനെ വധിച്ചത്. ദേവന്മാരെ എല്ലാം തോൽപ്പിച്ചു. യമരാജനോട് വരെ യുദ്ധം ചെയ്തു. അതുകൊണ്ട് രാവണനുമായിട്ടുള്ള യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യക്ക് തുല്യമാണ്. അവസാനം ദശരഥ മഹാരാജ് കൈകൂപ്പി പറഞ്ഞു, ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ മകനെ അങ്ങയുടെ കൂട്ടത്തിൽ അയക്കുക? ഒരു കാരണവശാലും രാവണന്റെ മുമ്പിൽ പറഞ്ഞയക്കാൻ എനിക്ക് കഴിയില്ല. ഇതിന് പകരമായിട്ട് ഞാൻ സ്വയം എൻ്റെ സൈന്യത്തോടു കൂടി അവിടെ എത്താം. അതെൻ്റെ മരണമാണെങ്കിലും ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാണ്. രാമൻ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറയും. ദശരഥ മഹാരാജാവിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ വിശ്വാമിത്ര മുനി അങ്ങോട്ട് ദേഷ്യത്താൽ വിറയ്ക്കാൻ തുടങ്ങി. വിശ്വാമിത്ര മുനി ചിന്തിക്കുകയാണ്, ദശരഥ മഹാരാജാവിന് എന്നിൽ വിശ്വാസമില്ലല്ലേ? അവൻ എങ്ങനെ ധൈര്യം വന്നു എന്റെ ആജ്ഞയെ ലംഘിക്കാനായിട്ട്? രാജാക്കന്മാരും യോദ്ധാക്കളും എപ്പോഴും ബ്രാഹ്മണരെ ബഹുമാനിക്കേണ്ടതാണ്, ഋഷിമാരെ ബഹുമാനിക്കേണ്ടതാണ്. അത് തന്നെയാണ് നിയമം. ദശരഥ മഹാരാജാവ് വാക്ക് നൽകിയതാണ്. വിശ്വാമിത്ര മുനിയുടെ കണ്ണൊക്കെ അങ്ങ് ഉരുണ്ടു. എന്നിട്ട് പറഞ്ഞു, എന്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കാമെന്ന് അങ്ങ് വാക്ക് നൽകി, എന്നിട്ടിപ്പോ അങ്ങത് നിരസിക്കുകയാണല്ലേ? ഇതിലൂടെ അങ്ങയുടെ കുലം മുഴുവൻ നാണം കെടുകയാണ്. അങ്ങയുടെ കുലം മുഴുവൻ നശിക്കാൻ പോവുകയാണ്. ആ അപമാനത്തെ അങ്ങ് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ വന്ന വഴി തന്നെ തിരിച്ചു പോവുകയാണ്. അങ്ങ് നൽകിയ വാക്കിനെയും നിരസിച്ച് സന്തോഷത്തോടുകൂടി അങ്ങ് അങ്ങയുടെ ബന്ധുക്കളോട് ജീവിക്കൂ എന്ന് പറഞ്ഞു. വിശ്വാമിത്ര മുനിയുടെ ഈ ദേഷ്യം കണ്ടിട്ട് ദേവന്മാര് പോലും വിറയ്ക്കാൻ തുടങ്ങി. ആ നിമിഷത്തിൽ ഭൂമി കുലുങ്ങാൻ തുടങ്ങി. അപ്പോൾ വസിഷ്ഠ മുനി പെട്ടെന്ന് ഒരു വലിയൊരു ആപത്ത് വരുന്നതായിട്ട് മനസ്സിലാക്കി വിശ്വാമിത്ര മുനിയുടെ ശാപത്തിൽ നിന്നും രാജാവിനെ രക്ഷപ്പെടുത്താനായിട്ട് പറഞ്ഞു, അങ്ങ് സൂര്യവംശത്തിൽ ജനിച്ച രാജാവാണ്. അങ്ങ് ധർമ്മത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് ധർമ്മത്തെ പരിത്യജിക്കാൻ അങ്ങേക്ക് കഴിയില്ല. അങ്ങ് എപ്പോഴും അങ്ങയുടെ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കണം, അങ്ങയുടെ വാക്കിൽ ഉറച്ചു നിൽക്കണം. ഈ ഒരു വംശത്തിന്റെ പ്രത്യേകത അത് തന്നെയാണ്. സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. അങ്ങയുടെ ഉള്ളിലെ ശക്തിയെ അങ്ങ് ഉണ്ടാക്കിയെടുക്കൂ. അങ്ങ് ഈ വാക്ക് പാലിച്ചില്ലെങ്കിൽ അങ്ങയുടെ എല്ലാ പുണ്യവും ക്ഷയിക്കും. എത്രയോ സത്പ്രവൃത്തികളിലൂടെ അങ്ങ് ലഭിച്ച സുഹൃതം എല്ലാം അങ്ങേക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് അങ്ങ് രാമനെ വിശ്വാമിത്ര മുനിയുടെ കൂട്ടത്തിൽ അയക്കും. രാമന് ആയുധന കലകളിൽ
പരിശീലനം ലഭിച്ചാലും ഇല്ലെങ്കിലും, പരിചയസമ്പന്നത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിശ്വാമിത്ര മുനി രാമനെ സംരക്ഷിക്കും. ഇത് കൂടാതെ വസിഷ്ഠ മുനിക്കും രാമന്റെ ദിവ്യത്വം അറിയാമായിരുന്നു. അദ്ദേഹം ദശരഥ മഹാരാജാവിന്റെ മറുപടിക്കായിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. അദ്ദേഹം പറഞ്ഞു, വിശ്വാമിത്ര മുനിക്ക് അസാമാന്യ ശക്തിയുണ്ട്, ഒരുപാട് വിദ്വാനുമാണ്. അദ്ദേഹം നേരത്തെ ക്ഷത്രിയനായിരുന്നു. അദ്ദേഹത്തിന് മഹാദേവനിൽ നിന്നും അസീമിതമായിട്ടുള്ള ദിവ്യാസ്ത്രങ്ങളുടെ അറിവുണ്ട്. ആ അറിവെല്ലാം രാമന് ലഭിക്കും. വിശ്വാമിത്ര മുനി സ്വയം രാക്ഷസന്മാരെ കൊല്ലാൻ പ്രാപ്തനാണ്. പക്ഷെ എന്നിട്ടും അദ്ദേഹം രാമനൊരു അവസരം നൽകുകയാണ് എന്ന് വസിഷ്ഠ മുനി പറഞ്ഞു. പക്ഷെ എന്നാലും ദശരഥ മഹാരാജാവിന് മനസ്സ് മാറ്റാൻ പറ്റുന്നില്ല. അദ്ദേഹം കൈകൂപ്പി വസിഷ്ഠ മുനിയും വിശ്വാമിത്ര മുനിയും ഇങ്ങനെ കൈകൂപ്പി നിൽക്കുകയാണ്. പക്ഷെ കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും വിശ്വാമിത്ര മുനിയെ ഒന്ന് പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണീന്ന് ധാരധാരയായിട്ട് കണ്ണീരൊഴുകുകയാണ്. വസിഷ്ഠ മുനി രാജാവിൻ്റെ അടുത്തെത്തി. എന്നിട്ട് ആശ്വാസവചനങ്ങൾ പറഞ്ഞു. രാമൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് പറഞ്ഞു കൊടുത്തു. വിശ്വാമിത്ര മുനി എന്തിനാണ് വന്നത്? അതെല്ലാം ഒരു നിയോഗമാണ്, ഈ ലോകത്തിന്റെ നന്മയ്ക്കായിട്ടാണ്. അതുകൊണ്ട് രാമനെ വിശ്വാമിത്ര മുനിയോട് കൂട്ടത്തിൽ അയക്കുന്നത് കൊണ്ട് ഒട്ടും ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞു. ദശരഥ മഹാരാജാവിന് ഒരുപാട് അത്ഭുതം തോന്നി. കാരണം ദശരഥ മഹാരാജാവിനെ സംബന്ധിച്ചിടത്തോളം രാമൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രിയപുത്രനാണ്. ദശരഥ മഹാരാജാവിന്റെ സംരക്ഷണത്തിൽ കഴിയുന്ന പുത്രൻ. എന്റെ മകൻ എങ്ങനെയാണ് ഭഗവാനാകുന്നത്? ദശരഥ മഹാരാജാവ് വസിഷ്ഠ മുനിയെ നോക്കി. അപ്പൊ വസിഷ്ഠ മുനി ഒന്നും മിണ്ടാതെ ദശരഥ മഹാരാജാവിന്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ വസിഷ്ഠ മുനി ഒരിക്കലും കള്ളം പറയത്തില്ലല്ലോ എന്ന് ദശരഥ മഹാരാജ് ചിന്തിക്കുകയാണ്. അത് പിന്നെ ഗുരു അല്ലേ, അന്നേരം ഗുരുവിന്റെ വാക്ക് എങ്ങനെയാ നിരസിക്കാൻ കഴിയുക? അതുകൊണ്ട് വസിഷ്ഠ മുനി പറഞ്ഞതുകൊണ്ട് ദശരഥ മഹാരാജാവിന് കുറച്ചൊരു വിശ്വാസം തോന്നി. അവസാനം എങ്ങനെയൊക്കെയോ ദശരഥ മഹാരാജാവ് വിശ്വാമിത്രനോടൊപ്പം രാമനെ അയക്കാൻ തീരുമാനിക്കുകയാണ്. പിന്നെ രാജാവ് ദശരഥ മഹാരാജ അഭ്യർത്ഥിച്ചു ലക്ഷ്മണനെയും കൂടെ കൂട്ടത്തിൽ കൂട്ടണം. അതിനും വിശ്വാമിത്ര മുനി സമ്മതിക്കാം. കാരണം ദശരഥ മഹാരാജാവിന് അറിയാം രാമനെ ഒരിക്കലും ലക്ഷ്മണൻ ഒറ്റയ്ക്ക് പറഞ്ഞയക്കത്തില്ല. ഉടൻ തന്നെ ദശരഥ മഹാരാജാവ് രാമലക്ഷ്മണന്മാരെ വിളിച്ചു, അവരെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ കൗസല്യാദേവിയും സുമിത്രാദേവിയും കൈകേയി ദേവിയും അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, കുട്ടികളോട് പറയുകയാണ്, മക്കളെ, വിശ്വാമിത്ര മുനിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്നെ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ വിശ്വാമിത്ര മുനിയെ നോക്കണം. എൻ്റെ പ്രിയപുത്രന്മാരെ, നിങ്ങൾ സുരക്ഷിതരായിട്ട് തിരിച്ചെത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. എത്ര സ്നേഹമാണ് ദശരഥ മഹാരാജ അല്ലെ, ഇങ്ങനെ ഒരു അച്ഛൻ. അങ്ങനെ അയോധ്യയുടെ ആ നഗര കവാടത്തിലേക്ക് എത്തിയപ്പോ വസിഷ്ഠ മുനി അവർക്ക് എല്ലാ മംഗളങ്ങളും വരാനുള്ള മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടു. അപ്പോഴേക്കും ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി വരാൻ തുടങ്ങി. അവർ വിചാരിച്ചു, ഇനി രാവണന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, ഇനി എല്ലാം രാവണന്റെ അന്ത്യത്തിന് തുടക്കമായി എന്നൊക്കെ എല്ലാവരും വിചാരിച്ചു. വലിയ ശംഖനാദമൊക്കെ കേട്ടു, വാദ്യോപകരണങ്ങളുടെ ശബ്ദമൊക്കെ സ്വർഗലോകത്ത് നിന്ന് കേൾക്കാൻ തുടങ്ങി. വിശ്വാമിത്ര മുനി വളരെ സന്തുഷ്ടനായിട്ട് ചിരിച്ചുകൊണ്ടും യാത്രയാകും. രാമലക്ഷ്മണന്മാരുമായിട്ട് അവിടുന്ന് പോയി. അപ്പോ ദശരഥ മഹാരാജാവും അദ്ദേഹത്തിന്റെ മറ്റു പത്നിമാരെല്ലാവരും പ്രജകളെല്ലാവരും നോക്കി നിൽക്കുകയായിരുന്നു രാമന്റെ യാത്ര. വിശ്വാമിത്ര മുനി ഏറ്റവും മുന്നിൽ നടക്കുകയായിരുന്നു. എന്നിട്ട് രണ്ട് കുമാരന്മാരും അവരുടെ കയ്യിൽ വില്ലും അസ്ത്രങ്ങളും പിടിച്ചു നടക്കുകയാണ്. അവരുടെ അരയിലായിട്ട് വാളും കെട്ടിവെച്ചിട്ടുണ്ട്. അവരുടെ തോളത്ത്
2 ആവനാഴിയുണ്ട്, 2 വലിയ ആവനാഴികൾ. അങ്ങനെ ഈ 2 വലിയ ആവനാഴിയും കൊണ്ട് നടക്കുന്ന ഈ കുമാരന്മാരെ കാണുമ്പോൾ 3 തലയുള്ള നാഗം, 3 തലയുള്ള 2 നാഗം നടക്കുന്ന പോലെ തോന്നി. അതായത് 2 ആവനാഴിയുടെ ആ മുകൾഭാഗം, പിന്നെ അവരുടെ തല, ഇത് എന്നാലും നോക്കുമ്പോൾ 3 എന്താ പറയുന്നത്, തലയുള്ള നാഗം, 2 നാഗങ്ങൾ വിശ്വാമിത്ര മുനിയുടെ പുറയിൽ പോകുന്നതായിട്ട് തോന്നി. അവരുടെ ദേഹത്തുണ്ടായിരുന്ന ആ ആഭരണത്തിന്റെ തിളക്കം അതിമനോഹരമായിരുന്നു. വിശ്വാമിത്ര മുനിയുടെ തേജസ്സിനെ പോലെ തേജസ്വികളായിരുന്നു ഈ 2 പുത്രന്മാരും. എങ്ങനെയാണോ മഹാദേവനോടൊപ്പം സ്കന്ദനും ഗണപതിയും നടക്കുന്നത്, അതേപോലെയായിരുന്നു ഈ 2 കുമാരന്മാരും. ഏകദേശം 18 കിലോമീറ്ററോളം നടന്നതിന് ശേഷം സരയൂ നദിയുടെ തീരത്തിലൂടെ ഒരു 18 കിലോമീറ്ററോളം നടന്നതിന് ശേഷം നല്ല മനോഹരമായിട്ടുള്ള മൃദുലമായിട്ടുള്ള പുല്ലുകളുള്ള ഒരുപാട് മരങ്ങളുള്ള ഒരു തീരത്തേക്ക് എത്തി. അവിടെ വിശ്വാമിത്ര മുനി നിന്നു. എന്നിട്ട് ലക്ഷ്മണന്മാരോട് പറഞ്ഞു, ഇവിടെ ഇരുന്ന് കുറച്ച് ജലം കൊണ്ട് ആചമനം ഒക്കെ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അങ്ങേക്ക് നിങ്ങൾക്ക് 2 പേർക്കും ഒരു പ്രത്യേകതരം മന്ത്രം നൽകാൻ പോവുകയാണ്. ബല അതിബല എന്ന് പറയുന്ന മന്ത്രങ്ങൾ. ഈ ഒരു മന്ത്ര സ്വീകരണത്തിലൂടെ നിങ്ങൾക്ക് തളർച്ചയിൽ നിന്നും രോഗത്തിൽ നിന്നും വിശപ്പ്, ദാഹം എന്നിവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കും. ഈ മന്ത്രം ജപിക്കുമ്പോൾ യുദ്ധത്തിൽ, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, തർക്കത്തിൽ ഈ ഭൂമിയിൽ നിങ്ങളെ വെല്ലാൻ ആരും കാണത്തില്ല. ഈ ബലയും അതിബലയാണ് എല്ലാവിധ സാക്ഷാത്കാരത്തിന്റെയും അറിവിന്റെയും പരമോന്നത ശിഖരം. ഇത് സാക്ഷാൽ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞു. വിശ്വാമിത്ര മുനി 2 സഹോദരന്മാരുടെയും മുഖത്ത് നോക്കി. അവരെ നോക്കുമ്പോൾ വിശ്വാമിത്ര മുനിക്ക് പ്രത്യേക വാത്സല്യം തോന്നുകയാണ് 2 പേരും. ഇവർ 2 പേരും സാധാരണ കുട്ടികളല്ല എന്ന് വിശ്വാമിത്ര മുനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ആ വാത്സല്യം കൊണ്ട് ഇവരെ 2 പേർക്കും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവരെ 2 പേർക്കും വേണ്ടി ഇനിയും ഗുരുവിന്റെ സ്ഥാനത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് വിശ്വാമിത്രന് തോന്നുകയാണ്. ഇതേ സമയത്ത് രാമലക്ഷ്മണന്മാർക്കും വിശ്വാമിത്ര മുനിക്ക് എത്രത്തോളം സ്നേഹമുണ്ടോ അതേപോലെ സ്നേഹവും തിരിച്ചും തോന്നുകയാണ്. ഇദ്ദേഹം സ്നേഹിക്കുന്നതിനനുസരിച്ച് അവരും തിരിച്ച് സ്നേഹിക്കുമായിരുന്നു. അവർ സ്വീകരിച്ചു വിശ്വാമിത്ര മുനിയെ ഗുരുവായിട്ട്. വിശ്വാമിത്ര മുനി അവരുടെ അടുത്തിരുന്നു. എന്നിട്ട് ആചമനം ചെയ്തു. എന്നിട്ട് വലത്തെ കൈയിൽ കുറച്ച് ജലമെടുത്ത് മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. വളരെയധികം സന്തോഷത്തോടുകൂടിയും ഉത്സാഹത്തോടുകൂടി രാമലക്ഷ്മണന്മാര് ആ മന്ത്രങ്ങൾ സ്വീകരിക്കാം. അങ്ങനെ ആ നിർദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ രാമലക്ഷ്മണന്മാര് സരയൂ നദീ തീരത്ത് തന്നെ അന്ന് വിശ്രമിക്കാം. അവിടുത്തെ തണുത്ത കാറ്റ് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ വിശ്രമിക്കാം. നേരം പുലർക്കുന്നതിന് മുമ്പേ തന്നെ വിശ്വാമിത്ര മുനി 2 കുമാരന്മാരെയും ഉണർത്തുകയാണ്. മുഴുവൻ രാത്രിയും വിശ്വാമിത്ര മുനി ഉറങ്ങിയിട്ടില്ല. അദ്ദേഹം
കണ്ണടച്ച് ധ്യാനത്തിലായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് 2 കുമാരന്മാരെയും വിളിച്ചു, രാമ, ലക്ഷ്മണ, നരശാർദൂലങ്ങളെ, എഴുന്നേക്കൂ, സൂര്യൻ ഉദിച്ചു, നിങ്ങൾക്ക് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, നമുക്ക് യാത്ര തുടരണം. ഉടൻ തന്നെ 2 കുമാരന്മാരും എഴുന്നേറ്റു, സരയൂ നദിയിൽ കുളിച്ചു. അതിനുശേഷം വിശ്വാമിത്ര മുനിയുടെ അടുത്ത് എത്തി നമസ്കരിച്ചു, കാല് തൊട്ട് വന്ദിച്ചു. 2 കുമാരന്മാരെ അനുഗ്രഹിച്ചു. അപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. അധികം താമസിക്കാതെ തന്നെ അവർ സരയൂ നദി ഗംഗാദേവിയിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തി. അവിടെ ഗംഗാതീരത്ത് വളരെ ലളിതമായിട്ടുള്ള ഒരുപാട് കുടിലുകൾ കണ്ടു. ഇലകൾ കൊണ്ടും മണ്ണുകൾ കൊണ്ടും നിർമ്മിച്ച ഒരുപാട് സിദ്ധന്മാരും യോഗികൾ, ഋഷിമാരൊക്കെ താമസിക്കുന്ന സ്ഥലം. അപ്പോ രാജകുമാരന്മാര് വിശ്വാമിത്ര മുനിയോട് ചോദിച്ചോ, ഇത് ഏതാണ് സ്ഥലം എന്ന്. അപ്പോൾ അതിൻ്റെ ആ ഒരു ചരിതം വിശ്വാമിത്ര മുനി ഓർത്തു. എന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, ഈ ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു മഹാദേവനെ കാമദേവൻ ആക്രമിക്കാൻ ശ്രമിച്ചത്. ഇവിടെ പറയുന്നു, കുറെ കാലങ്ങൾക്ക് മുമ്പേ കാമദേവന് ഒരു മനുഷ്യരൂപം ഉണ്ടായിരുന്നു. ആ കാമത്തിന്റെ അസ്ത്രം അജയനായ മഹാദേവനെതിരെ പ്രയോഗിച്ചു. മഹാദേവൻ അപ്പോൾ ധ്യാന നിമഗ്നനായിട്ടിരിക്കുമായിരുന്നു ഈ ആശ്രമത്തിൽ. ഈ അസ്ത്രം കൊണ്ടപ്പോൾ മഹാദേവന് ദേഷ്യം വന്നു. ക്രോധത്താൽ കാമദേവനെ ഒന്ന് നോക്കി തൃക്കണ്ണുകൊണ്ട്. അതിൽ നിന്ന് മഹാശക്തമായിട്ടുള്ള ഒരു തീ പുറത്തു വന്നു കാമദേവന്റെ ശരീരത്തെ ഭസ്മമാക്കി. അതിനുശേഷം കാമദേവനെ അനങ്കൻ എന്നാണ് പറയുന്നത്, ശരീരമില്ലാത്തവൻ. എന്നിട്ട് ഈ സ്ഥലത്തിന്റെ പേര് അംഗം എന്നായി മാറിയും പറയും. എന്നിട്ട് ഈ കഥ പൂർത്തീകരിച്ചതിന് ശേഷം വിശ്വാമിത്ര മുനി പറഞ്ഞു, ഈ കാണുന്ന ഋഷിമാരെല്ലാം മഹാദേവന്റെ തന്നെ ശിഷ്യരാണ്. ഇന്നത്തെ രാത്രി നമുക്കിവിടെ കഴിയാം. ആ സിദ്ധന്മാരിൽ നിന്നെല്ലാം ഒരുപാട് കാര്യങ്ങൾ ശ്രമിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വാമിത്രൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ആശ്രമത്തിൽ താമസിച്ചുകൊണ്ടിരുന്ന ഋഷിമാർക്ക് വിശ്വാമിത്ര മുനിയെയും ഈ 2 കുമാരന്മാരെയും കാണാൻ കഴിഞ്ഞു. അവരാരാണെന്ന് മനസ്സിലാക്കി മഹാദേവന്റെ ഭക്തരായ ആ ഋഷിമാർ, മഹാദേവൻ സ്വയം വിഷ്ണുവിന്റെ ഭക്തനാണ്, അത് മനസ്സിലാക്കി അവർ സാക്ഷാൽ വിഷ്ണു തന്നെയാണ് മുന്നിൽ വന്നത് എന്ന് മനസ്സിലാക്കി ഒരുപാട് സന്തോഷത്തോടു കൂടി അതിഥികളെ സ്വീകരിക്കാൻ എത്തി. എല്ലാ സത്കാരങ്ങളും കഴിഞ്ഞു. 3 പേരും അവരുടേതായിട്ടുള്ള സന്ധ്യാവന്ദനങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് വളരെ ലളിതമായിട്ടുള്ളൊരു ഭക്ഷണം, ഋഷിമാർ നൽകിയ ഭക്ഷണം അവർ കഴിച്ചു. വിശ്വാമിത്ര മുനി അവിടെയുള്ള ഋഷിമാർക്കെല്ലാം പുരാണങ്ങളിൽ നിന്നും പല പല കാര്യങ്ങളും, അദ്ദേഹം കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. പിറ്റേ ദിവസം ഋഷിമാർ നൽകിയ ഒരു വള്ളത്തിൽ 3 പേരും ഗംഗാതീരത്തിനപ്പുറത്ത് കടക്കുകയാണ്. അവിടെ വളരെ വിജനമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് അവരെത്തുകയാണ്. എല്ലാ ദിശകളിലും വലിയ വലിയ മരങ്ങളുണ്ട്. ആ മരങ്ങളെല്ലാം തകർന്നു കിടക്കുന്ന അവസ്ഥയിൽ കണ്ടു. വലിയ കൊടുങ്കാറ്റ് വീശുന്നുണ്ട്. ഭൂമി വളരെ ഉഷ്ണഭൂമിയായിട്ട് മാറിയിരിക്കുകയാണ്. മൺപൊടികളും പലതരത്തിലുള്ള അഴുക്ക് വസ്തുക്കളും ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. വന്യമൃഗങ്ങളുടെയും കഴുകന്റെയും ഒക്കെ ശബ്ദം
വളരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ അവിടെ ഇവിടെയും കേൾക്കാൻ പറ്റുമായിരുന്നു. രാമലക്ഷ്മണന്മാർ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? ഇതുവരെയുള്ള സ്ഥലം വളരെ മനോഹരവും സുന്ദരമായിരുന്നു. പക്ഷെ ഈ ഒരു വനം വളരെ ദുർഘടമായിട്ട് തോന്നുന്നു, ആരെയും ഭയപ്പെടുന്നതായിട്ട് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ ഭീകരജീവികൾ മാത്രം ഉള്ളതായിട്ട് കാണുന്നത്? ഇത്രയും ഭയപ്പെടുത്തുന്ന ആ ഒരു സാഹചര്യത്തിലും വിശ്വാമിത്ര മുനി ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട രാമ, ഈ ഒരു സ്ഥലത്ത് ഇതിനു മുമ്പേ 2 സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങൾ ഉണ്ടായിരുന്നു, ദേവന്മാരാൽ നിർമ്മിക്കപ്പെട്ടത്. ദേവേന്ദ്രന് ഒരു ബ്രഹ്മഹത്യ പാപം ലഭിച്ചിരുന്നു. ആ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കാനായിട്ട് ദേവേന്ദ്രൻ 2 ഋഷിമാരോട് ചോദിച്ചു ഇതിനുള്ള പരിഹാരം. അങ്ങനെ ഇതിൽ നിന്നും പുറത്തു വരാൻ, ഈ പാപകർമ്മത്തിൽ നിന്നും പുറത്തു വരാനുള്ള കർമ്മങ്ങൾ അവർ ആരംഭിച്ചു. ഗംഗാജലം കൊണ്ട് ദേവേന്ദ്രനെ അഭിഷേകം ചെയ്തു. ആ ജലം ഈ ഒരു ഭൂമിയിൽ വീണു. എന്നാൽ ഈ ഒരു ഭൂമിയായിരുന്നു, ഇവിടെ വെച്ചാണ് ദേവേന്ദ്രന് ആ പാപകർമ്മങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചത്. അതുകൊണ്ട് ദേവേന്ദ്രൻ അനുഗ്രഹിച്ചു, ഈ ഒരു സ്ഥലത്ത് ഏറ്റവും സമ്പദ് സമൃദ്ധമായിട്ടുള്ള രാജ്യം വരട്ടെ. മലത കരുഷ എന്ന് പറയുന്ന ഏറ്റവും സമ്പന്നമായിട്ടുള്ള രാജ്യം വർഷങ്ങളോളം ഇവിടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവർ നടന്ന് ഇലകളൊന്നും ഇല്ലാത്ത ഉണങ്ങിയ മരങ്ങളുള്ള സ്ഥലത്തേക്ക് എത്തി. ഇനി മുന്നോട്ട് നടക്കാൻ അസാധ്യമായിരുന്നു, അത്രയ്ക്ക് ഇരുട്ടായിരുന്നു. ഉള്ളിൽ നിന്ന് ഒരുപാട് ഭയപ്പെടുത്തുന്ന ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റുമായിരുന്നു. വിശ്വാമിത്ര മുനി ആ ഭൂമിയെക്കുറിച്ച് വീണ്ടും ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ദേവേന്ദ്രന്റെ അനുഗ്രഹത്താൽ വളരെ സമൃദ്ധമായിട്ടുള്ള 2 രാജ്യങ്ങൾ ഇവിടെ വന്നു. അവിടെ താടക എന്ന് പറയുന്ന ഒരു യക്ഷി അവിടെ താമസിക്കാൻ വരികയാണ്. 1000 ആനയുടെ ബലം ഉണ്ടായിരുന്നു ആ യക്ഷിക്ക്. അവൾക്ക് ഇഷ്ടമുള്ള ഏത് രൂപം വേണമെങ്കിലും അവൾക്ക് സ്വീകരിക്കാമായിരുന്നു. ഈ യക്ഷി മാരീചന്റെ അമ്മയാണ്. ഇപ്പോ വിശ്വാമിത്ര മുനിയുടെ ആശ്രമത്തിൽ ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന അവന്റെ അമ്മയാണ് താടക യക്ഷി. എല്ലാ ജീവജാലങ്ങളോടും ഇവർക്ക് ശത്രുതയാണ്. ഈ താടക ഈ സ്ഥലത്തെ മുഴുവൻ ആക്രമിച്ച് പിന്നിപ്പോൾ ആരും ഇവിടെ താമസിക്കാതെയായി. ഇവിടെ ഏറ്റവും വലിയ സമ്പന്നമായിട്ടുള്ള നഗരങ്ങൾ ആയിരുന്നു. ഇപ്പോ കാട്ടിലുള്ള ജീവികൾക്ക് പോലും ഇങ്ങോട്ട് വരാൻ ഭയമാണ്. എന്നിട്ട് വിശ്വാമിത്ര മുനി കുമാരന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, ആ ദുഷ്ടയായ താടകയ്ക്ക് ഒരു അന്ത്യം കുറിക്കാൻ സമയമായി. നിങ്ങൾ 2 പേരും എൻ്റെ കൂട്ടത്തിൽ അവൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരണം. അവൾ എവിടെയാന്ന് കണ്ടെത്തണം, എന്നിട്ട് അവളെ കൊല്ലണം. അപ്പോ രാമൻ ചിരിച്ചിട്ട് പറഞ്ഞു, ഒരു സ്ത്രീ അല്ലേ മഹർഷേ, അന്നേരം ഒരു സ്ത്രീക്ക് ഇത്രയും ശക്തി എങ്ങനെ ലഭിച്ചു? അപ്പോ വിശ്വാമിത്രൻ എനിക്ക് മനസ്സിലായി, സ്ത്രീ അല്ലേ, സ്ത്രീക്ക് ഇത്രയും ശക്തി എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചപ്പോൾ അതിലൊരു അർത്ഥം ഉണ്ടായിരുന്നു, ഒരു സ്ത്രീയെ വധിക്കണോ എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. പക്ഷെ താടക ഒരു സാധാരണ സ്ത്രീയല്ല. മഹർഷി വിശ്വാമിത്ര മുനി പറഞ്ഞു കൊടുത്തു താടക ആരായിരുന്നു. താടക സുകേതു എന്ന് പറയുന്ന ഒരു യക്ഷന്റെ മകളായിരുന്നു. അതീവ സുന്ദരിയായിരുന്നു. അവക്ക്
ബ്രഹ്മദേവനിൽ നിന്ന് ഒരു അനുഗ്രഹം ലഭിച്ചിരുന്നു. 1000 ആനയുടെ ബലം ഉണ്ടായിരിക്കുമെന്ന്. താടക വളരെ ശക്തനായിട്ടുള്ള യക്ഷൻ സുന്ദനെ വിവാഹം കഴിച്ചു. അഗസ്ത്യ ഋഷിയുടെ ശാപത്താൽ സുന്ദൻ മരിക്കുകയാണ്. ഭർത്താവിന്റെ മരണം കേട്ടപ്പോ താടകയ്ക്ക് അഗസ്ത്യ ഋഷിയോട് ഒരുപാട് ദേഷ്യം തോന്നി. മകനായ മാരീചന് താടക അഗസ്ത്യ ഋഷിയെ കൊല്ലാനായിട്ട് അഗസ്ത്യ ഋഷിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. പക്ഷെ അഗസ്ത്യ ഋഷി അവിടുന്ന് കുലുങ്ങിയത് പോലും ഇല്ലെന്നു. എന്നിട്ട് അഗസ്ത്യ ഋഷി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും രാക്ഷസന്മാരായി പോട്ടെ. നിന്റെ ഈ സുന്ദരമായിട്ടുള്ള രൂപം നിനക്ക് നഷ്ടപ്പെടും. ഏറ്റവും വിരൂപയായിട്ടുള്ള ഒരു രാക്ഷസിയായിട്ട് മാറും. എന്നിട്ട് അഗസ്ത്യ ഋഷി അവിടുന്ന് അപ്രത്യക്ഷമായി. അപ്പോഴേക്കും വിശ്വാമിത്ര മുനി കൈകൊണ്ട് കാണിക്കുകയാണ് മുന്നോട്ട് പോകേണ്ട വഴി. താടക ഇപ്പോൾ ആ ഒരു സമ്പദ് സമൃദ്ധമായിട്ടുള്ള രാജ്യത്തെ ഒരു വിജനമായിട്ടുള്ള ഘോര, ആരെയും ഭയപ്പെടുത്തുന്ന ഒരു വനമാക്കി മാറ്റിയിരിക്കുകയാണ്. അവൾ എപ്പോഴും ക്രോധത്താൽ മറ്റുള്ളവരെ ആക്രമിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു പ്രദേശത്ത് വരുന്ന എല്ലാവരെയും അവൾ കൊന്ന് ഭക്ഷിക്കാറുണ്ട്. അങ്ങനെ താടകയുടെ ആ ചരിതം പറഞ്ഞതിന് ശേഷം വിശ്വാമിത്ര മുനി പറയുന്നു, പൊതുവെ ശാസ്ത്രങ്ങളിൽ സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. ഒരു കാരണവശാലും ആക്രമിക്കാൻ പാടില്ല. പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ നീ ആ പാപത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. കാരണം എല്ലാവരുടെയും നന്മയ്ക്കായിട്ട് വധം അനിവാര്യമാണ്. പൊതുജനങ്ങളുടെ സംരക്ഷണാർത്ഥം ചില സമയത്ത് പാപകർമ്മങ്ങൾ പോലും ചെയ്യേണ്ടി വരും. മനസ്സിലാവുന്നുണ്ട്? അന്നേരം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ശാസ്ത്രങ്ങൾ പഠിച്ചാൽ മാത്രം പോരാ, ആ ശാസ്ത്രങ്ങളെ ജീവിതത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഒരു ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ നമുക്ക് അനിവാര്യമാണ്, അല്ലേ? അപ്പോൾ ഇവിടെ വിശ്വാമിത്ര മുനി പറഞ്ഞു, ഇത് ക്ഷത്രിയന്മാരുടെ കർത്തവ്യമാണ് രാമ. അതുകൊണ്ട് ഒട്ടും മനസ്സ് വിഷമിക്കേണ്ട ഒരു സ്ത്രീയെ ആക്രമിക്കുന്നു എന്നതിനെക്കുറിച്ച്. കാരണം അവൾ ഒരുപാട് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവൾ വധിക്കപ്പെടേണ്ടവളാണ്. പുരാണങ്ങളിൽ നിന്നും പല രാജാക്കന്മാരും ദേവന്മാരും ദുഷ്ടയായ സ്ത്രീകളെ കൊന്ന ചരിത്രമൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് വിശ്വാമിത്ര മുനി രാമനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് താടകയെ വധിക്കണം. അപ്പോ വിശ്വാമിത്ര മുനിയുടെ ഈ ആജ്ഞ ലഭിച്ചപ്പോ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന സ്വർണ്ണ വില്ല് ശക്തമായിട്ടൊന്ന് പിടിച്ചു. യുദ്ധത്തിനായിട്ട് രാമൻ തയ്യാർ. രാമന്റെ ആദ്യത്തെ മിഷൻ. രാമൻ വിശ്വാമിത്ര മുനിയെടുത്ത് പറഞ്ഞു, മഹർഷേ, ഗുരു, എന്റെ അച്ഛൻ പറഞ്ഞിരുന്നു അയോധ്യയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അങ്ങയുടെ വാക്ക് ഒരു മടിയും കൂടാതെ പാലിക്കണം. അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ വാക്ക് പാലിക്കാനും അങ്ങയുടെ വാക്ക് പാലിക്കാനും ഞാൻ ആ ഭീകര രാക്ഷസിയെ നേരിടാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ജയ ശ്രീറാം. ഇതിലൂടെ ബ്രാഹ്മണർക്കും പശുക്കൾക്കും ഇവിടെയുള്ള എല്ലാ സത്പ്രവൃത്തികൾക്കും ഒരു തുടക്കമാകട്ടെ. അങ്ങേയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ സത്കർമ്മം ചെയ്യാൻ പോവുകയാണ്. എവിടെയായിരിക്കും ആ രാക്ഷസി? എനിക്ക് അങ്ങ് പറഞ്ഞു തരാൻ പറഞ്ഞു. അങ്ങനെ അതിഘോരമായിട്ടുള്ള വനത്തിലേക്ക് വിശ്വാമിത്ര മുനി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ആരെയും ഭയപ്പെടുത്തുന്ന വനത്തിലേക്ക്. ഒരു ചെറിയ പ്രകാശം പോലും അവിടെ ഇല്ല. അവിടെ ഉള്ളിലേക്ക് പോയി രാമൻ കയ്യിലിരിക്കുന്ന ആ വില്ലിന്റെ ഞാണ് പിടിച്ചൊന്ന് വലിക്കാം. ആ ഞാണിന്റെ ശബ്ദം ആ കാട് മുഴുവൻ വ്യാപിച്ചു. 4 ദിശകളിലും ഭയപ്പെടുത്തുന്ന ഒരു ശബ്ദം ഉണ്ടായി.
ആ ഭീകരജീവികളൊക്കെ ഓടാൻ തുടങ്ങി ആ ശബ്ദം കേട്ടിട്ട്. ആ വില്ലിന്റെ ഞാണു കുലയ്ക്കുന്ന ശബ്ദം കേട്ടിട്ട് താടക വരെ സ്തംഭിച്ചു പോയി. കുറെ നേരം എന്താ നടക്കുന്നതെന്ന് മനസ്സിലായില്ല. ക്രോധത്താൽ അന്ധയായ അവൾ ചിന്തിച്ചു, എന്നെ വെല്ലുവിളിക്കാൻ ആർക്കാണ് ഇത്ര ധൈര്യം? അവൻ ആരാണെങ്കിലും അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മണ്ടത്തരമാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ അവൾ താമസിക്കുന്ന ഗുഹയിൽ നിന്ന് പുറത്തു വന്നു. ആ ശബ്ദം വന്ന ദിശയിലേക്ക് അലറിക്കൊണ്ട് ഓടി വരികയാണ്. അന്നേരം വളരെ ദൂരത്തിൽ നിന്നും ആ ഭീകര രൂപം ഓടി വരുന്നത് കണ്ടിട്ട്, അതും വളരെ വലിയ രൂപമാണ് അവളുടേത്. അന്നേരം കാണുമ്പോഴേ ഭയം തോന്നും. അപ്പോ കണ്ടിട്ട് രാമൻ ലക്ഷ്മണനോട് പറയുകയാണേ. എന്നിട്ട് ഞാൻ ഇവിടെ രാമാന്ന് ലക്ഷ്മണ എന്ന് പറയുന്നത് ആ കഥയുടെ ആ രാമായണത്തിലോട്ട് കിടക്കുന്നുകൊണ്ടാണ് കേട്ടോ. രാമ എന്ന് പറയാനുള്ള യോഗ്യത നമുക്കില്ല. പൊതുവെ നാമം ജപിക്കുമ്പോൾ നമ്മൾ രാമ കൃഷ്ണ എന്ന് പറയാം. പക്ഷെ ഭഗവാനെ സംബോധന ചെയ്യുമ്പോൾ ശ്രീരാമചന്ദ്ര ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാൻ, ലക്ഷ്മണസ്വാമി അങ്ങനെയാണ് പറയേണ്ടത്. പക്ഷെ ആ കഥയുടെ ആ ഒരു രോമാഞ്ചത്തിലേക്ക് കുറച്ചൊരു രസം കൊണ്ടുവരാനാണ് ഞാൻ ഇവിടെ രാമ ലക്ഷ്മണ എന്ന് പറയുന്നത്. അത് എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഇവിടെ വളരെ ഭീകരിയായിട്ടുള്ള, വളരെ ഭയപ്പെടുത്തുന്ന, ഇത്രയും ഭീഭത്സമായിട്ടുള്ള ആ രൂപത്തെ കണ്ടിട്ട് രാമൻ ലക്ഷ്മണനോട് പറയാണ്, അനുജ, ലക്ഷ്മണ, തയ്യാറായി നിൽക്കൂ. ഈ ഭയപ്പെടുത്തുന്ന ഈ രാക്ഷസി വളരെ ശക്തയാണ്. ഇവളെ കാണുന്ന മാത്രയിൽ തന്നെ എല്ലാവരുടെ ഹൃദയം സ്തംഭിച്ചു. പക്ഷെ എനിക്ക് ഒട്ടും ഭയമില്ല ലക്ഷ്മണ. ഇവളെ ഞാൻ പറപ്പിക്കുന്നു നോക്കൂ എന്റെ അസ്ത്രം കൊണ്ട്. സത്യത്തിൽ ഇവളെ കൊല്ലണമെന്ന് എനിക്കില്ല, ഇവള് സ്ത്രീ ആയതുകൊണ്ട്. പക്ഷെ അവളെ ഞാൻ സ്തംഭിക്കാൻ പോവുകയാണ്. അവളുടെ എല്ലാ ശക്തികളെയും ഞാൻ തടയാൻ പോവുകയാണ്. അവളുടെ കൈകളും കാലുകളും ഞാനിപ്പോൾ അറക്കാൻ പോവുകയാണ്. അങ്ങനെ രാമൻ പറഞ്ഞപ്പോഴത്തേക്ക് താടക അവിടുന്ന് ഓടി വരികയാണ് അലറിക്കൊണ്ട്, കൈ ഇങ്ങനെ ഉയർത്തി. അപ്പോഴത്തേക്ക് വിശ്വാമിത്രം എനിക്ക് മനസ്സിലായി രാമൻ പ്രിപ്പയർഡ് ആയിട്ടില്ലെന്ന്. ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. മര്യാദ പുരുഷോത്തമനല്ലേ, സ്ത്രീയെ കൊല്ലാമോ പാടില്ലേ എന്നൊക്കെ. അപ്പോഴേക്കും വിശ്വാമിത്ര മുനി ഒരു ശക്തമായിട്ടുള്ള ഒരു മന്ത്രം ജപിച്ചു. അപ്പോൾ അവൾക്ക് മുന്നോട്ട് വരാൻ കഴിയാതെ സ്തംഭിച്ച് നിൽക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, അയോധ്യയിലെ രാജകുമാരന്മാരെ, നിങ്ങൾക്ക് വിജയം ലഭിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ താടക ശക്തമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റിനെ സൃഷ്ടിച്ചു. എന്നിട്ട് താടക അപ്രത്യക്ഷയായി. പലതരത്തിലുള്ള മായാവി ശക്തികൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ തുടങ്ങി. പല പല രൂപങ്ങളെടുത്തു, ഒന്നിന്റെ പുറകെ. ചിലപ്പോൾ രാമലക്ഷ്മണന്മാരുടെ മുമ്പിൽ വരും, ചിലപ്പോൾ മുകളിൽ വന്ന് നിൽക്കും, ചിലപ്പോ തൊട്ടു പുറകെ വന്ന് നിൽക്കും. ചില സമയത്ത് നല്ല വലിയ കൊമ്പുള്ള ഒരു മൃഗമായിട്ട് നിൽക്കും. അടുത്ത സമയത്ത് വലിയൊരു ഭൂതത്തെ പോലെ വന്ന് നിൽക്കും, ഭീകരമായിട്ടൊരു ഭൂതത്തെ. ചില സമയത്ത് വലിയൊരു പക്ഷിയായിട്ട് വന്ന് നിൽക്കും. ചില സമയത്ത് വലിയ വലിയ പാറകൾ കൊണ്ട് എറിയും, എന്നിട്ട് അലറിക്കൊണ്ടിരിക്കുകയാണ്. രാമനാണെങ്കിൽ അങ്ങോട്ട് ദേഷ്യം വന്നു. രാമൻ ഒരുപാട് അസ്ത്രങ്ങൾ കൊണ്ട് ആ പാറകളെയൊക്കെ തടഞ്ഞു. നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ, അത്രയ്ക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ ഭഗവാൻ അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. ഭഗവാന്റെ വില്ല് എപ്പോഴും ഇങ്ങനെ വളഞ്ഞിരിക്കുകയായിരുന്നു. അത്രയ്ക്ക് തുടർച്ചയായിട്ട് അസ്ത്രങ്ങൾ അയക്കുകയായിരുന്നു. നല്ല മൂർച്ചയുള്ള അസ്ത്രങ്ങൾ കൊണ്ട് താടകയുടെ 2 കൈകളും രാമൻ അറുത്തു. അപ്പോഴും അവളിങ്ങനെ ഓടി വരികയാണ്. ലക്ഷ്മണൻ ദേഷ്യം വന്നു. ലക്ഷ്മണൻ വളരെ കൃത്യമായിട്ട് താടകയുടെ മൂക്കും ചെവി അറുത്തു എന്നുള്ളത്. അപ്പോഴത്തേക്കും താടക അപ്രത്യക്ഷമായി ആകാശത്തേക്ക് ഉയർന്നു. കൈയെല്ലാം നഷ്ടപ്പെട്ടിട്ടും
പലതരത്തിലുള്ള മായാവി ശക്തികൾ ഉപയോഗിച്ച് വലിയ വലിയ മരങ്ങളും പാറകളും ഒക്കെ എറിയുമായിരുന്നു. അവൾ അദൃശ്യമായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ തുടങ്ങി. അതേ സമയത്ത് അലറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിശ്വാമിത്ര മുനിക്ക് മനസ്സിലായി രാക്ഷസിയുടെ ആ മായാവി ശക്തിയിൽ രാമനും ലക്ഷ്മണനും കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന്. പിന്നെ മനസ്സിലായി ഇവര് കളിക്കുകയാണ്, കൊല്ലാൻ തയ്യാറല്ല, കാരണം താടക ഒരു സ്ത്രീയാണ്. അവസാനം രാമലക്ഷ്മണന്മാരോട് വിശ്വാമിത്ര മുനി പറയുകയാണ്, മതി, കളിക്കുന്നത് മതി, ഈ ഒരു സ്ത്രീയെ ഇനി വെറുതെ വെക്കരുത്. ഇവള് വളരെയധികം പാപിയാണ്, ഒരുപാട് ദുരാചാരിയാണ്. അതുകൊണ്ട് ഇവൾ എന്തായാലും മരിച്ചേ പറ്റൂ. എത്രയും പെട്ടെന്ന് അവളുടെ ജീവൻ എടുക്കാൻ പറഞ്ഞു. രാത്രി ആവുന്നതിന് മുമ്പേ, സൂര്യാസ്തമയത്തിന് ശേഷം അവരുടെ ശക്തി വർദ്ധിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീരാമസ്വാമി ഭഗവാന്റെ എല്ലാവിധ ആയുധന കലകളുടെയും നൈപുണ്യം കാണിക്കാൻ തുടങ്ങി. ആ ശബ്ദവേദി അസ്ത്രം അയച്ചു. അദൃശ്യമായിട്ടിരിക്കുന്നവരെ കൊള്ളിപ്പിക്കാനുള്ള അസ്ത്രങ്ങൾ അയച്ചു, മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട്. അങ്ങനെ ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ താടകയെ മൂടി ഭഗവാൻ. അപ്പോഴും താടക അവിടുന്ന് പാറകളും എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതെല്ലാം പൊടിഞ്ഞുപോയി. അതുകൂടാതെ ഈ അസ്ത്രം രാക്ഷസിയുടെ ദേഹത്ത് തുളച്ചു കയറി. അപ്പോ വേദന കൊണ്ട് പെടഞ്ഞ് അലറാൻ തുടങ്ങി. അങ്ങനെ രാക്ഷസി വീണ്ടും ഭൂമിയിലേക്ക് വന്നു. വീണ്ടും ഒരു ഭയാനകമായിട്ടുള്ള രൂപം എടുത്തു, ഒരുപാട് വലുതും. എന്നിട്ട് ലക്ഷ്മണന്മാർക്ക് നേരെ ശക്തമായിട്ട് ചാടി വരികയാണ്. അപ്പോൾ രാമൻ തീരുമാനിച്ചു, ഇനി എന്തായാലും ഇവളെ കൊന്നേ പറ്റൂ. അതിവേഗതയിൽ ഇടിവെട്ടിന്റെ ഒരു ശക്തി, അതായത് വജ്രത്തിന് തത്തുല്യമായിട്ടുള്ള ഒരു ശക്തി ആവാഹിച്ച് രാമൻ ഒരു അസ്ത്രം അയച്ചു. അത് ആ രാക്ഷസിയുടെ നെഞ്ചത്ത് തന്നെ കൊണ്ടു. ആ രാക്ഷസിയുടെ ഹൃദയം 2 തുണ്ടമായി. അങ്ങനെ ആ രാക്ഷസി ഭൂമിയിൽ വീഴുകയാണ്. ഇതെല്ലാം ദേവേന്ദ്രൻ മുകളിൽ നിന്ന് നോക്കുകയായിരുന്നു. എല്ലാവരും ദേവന്മാരും നോക്കി നിൽക്കുകയായിരുന്നു. അവരെല്ലാവരും നന്നായി കൈയടിച്ചു, പുഷ്പവൃഷ്ടി ചെയ്തു. രാമന്റെ ആദ്യത്തെ മിഷൻ കംപ്ലീറ്റ് അല്ലേ. 2 കുമാരന്മാരെയും പ്രകീർത്തിച്ചുകൊണ്ട് ദേവന്മാര് പല വാദ്യോപകരണങ്ങളും വായിക്കാൻ തുടങ്ങി. എന്നിട്ട് രാമലക്ഷ്മണന്മാര് ദേവന്മാരുടെ സന്തോഷത്തെ കണ്ടിട്ട് അതിനനുസരിച്ച് ചിരിച്ചു അവരെ നോക്കി. അപ്പോ സഹസ്രാക്ഷനായ ദേവേന്ദ്രൻ വിശ്വാമിത്ര മുനിയെടുത്ത് പറഞ്ഞു, എല്ലാ ദേവന്മാരും രാമന്റെ ഈ സാഹസത്തിൽ ഒരുപാട് സന്തോഷിക്കുന്നു. ബ്രാഹ്മണശ്രേഷ്ഠ, ഈ രാമന് എല്ലാവിധ ആയുധന കലകളുടെയും അറിവ് നൽകൂ, ദിവ്യാസ്ത്രങ്ങൾ നൽകൂ. ദേവന്മാർക്ക് വേണ്ടി ഒരു വലിയ ലക്ഷ്യം രാമന് പൂർത്തീകരിക്കാനുണ്ട് ഈ ഒരു ആയുധത്തിലൂടെ. കാരണം ദേവേന്ദ്രൻ ഭഗവാന്റെ ആ ഒരു മിഷനെ മനസ്സിലാക്കി രാവണനെ കൊല്ലാനും രാക്ഷസ കുലത്തെ നശിപ്പിക്കാനും. എന്നിട്ട് ഭക്തിയോടുകൂടി ദേവേന്ദ്രൻ രാമനെ നോക്കി. അപ്പോ ദേവേന്ദ്രന് മനസ്സിലായി, ഇനി എന്തായാലും രാക്ഷസന്മാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കാരണം രാമൻ തുടങ്ങിയിരിക്കുകയാണ്, രാമന്റെ മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ദേവേന്ദ്രൻ വരുന്ന സമയത്ത് ഇവിടെ പറയുന്നു, ചെറുതായിട്ട് ഭഗവാൻ തല ഇങ്ങനെ ആക്കിയെന്ന്. കാരണം ഭഗവാനാണ്, ദേവേന്ദ്രന്റെ സ്വാമിയാണ് ശ്രീരാമസ്വാമി അല്ലേ. അങ്ങനെ ദേവേന്ദ്രൻ പറഞ്ഞതിന് ശേഷം ദേവന്മാരും ദേവേന്ദ്രനും എല്ലാവരും തിരിച്ചവരുടെ വസതികളിലേക്ക് പോയി. വിശ്വാമിത്ര മുനി രാമലക്ഷ്മണന്മാരെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി നമുക്ക് ഇവിടെ തന്നെ തങ്ങാം. താടകയുടെ മരണത്തോടു കൂടി ഈ സ്ഥലം വളരെ ശാന്തവും ആകർഷകമായി മാറിയിരിക്കുകയാണ്. നാളെ രാവിലെ തന്നെ നമുക്ക് നമ്മുടെ ആശ്രമത്തിലേക്ക് തിരിക്കാം. അങ്ങനെ ആ 3 പേരും അവിടെ രാത്രിയിൽ തങ്ങുകയാണ്.
അപ്പോഴും ദേവലോകവാസികൾ ഭഗവാനെ സന്തോഷിപ്പിക്കാനായിട്ട് പല പല ഗീതങ്ങളും പാടിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം ആകാശത്തിൽ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുകയാണ്. പിറ്റേ ദിവസം വിശ്വാമിത്ര മുനി ദേവേന്ദ്രന്റെ വാക്കുകളെ ഓർത്തു. 2 കുമാരന്മാരെയും മുന്നിലിരുത്തി എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മനസ്സുകളെയൊക്കെ ഏകീകരിക്കുക വീരനായകന്മാരെ, കാരണം ദിവ്യാസ്ത്രങ്ങൾ ഞാൻ ഇനി നിനക്ക് നൽകാൻ പോവുകയാണ്. ഏറ്റവും ശക്തമായിട്ടുള്ള ത്രിമൂർത്തികളുടെ അസ്ത്രങ്ങളും ബ്രഹ്മദേവന്റെയും മഹാദേവന്റെയും വിഷ്ണുവിന്റെ അസ്ത്രങ്ങൾ നൽകുകയാണ്. ഈ അറിവുകൾ ലഭിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ദേവന്മാരെയും അസുരന്മാരെ ഒത്തൊരുമിച്ച് നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്താലും നിങ്ങൾക്ക് അവരെ എല്ലാം കീഴ്പ്പെടുത്താൻ കഴിയും എന്ന് പറയുന്നു. അങ്ങനെ വിശ്വാമിത്ര മുനി കിഴക്ക് ദിശയിലേക്ക് നോക്കി ആചമനം ചെയ്തു. എന്നിട്ട് ആ ദിവ്യാസ്ത്രങ്ങളെ ആവാഹിക്കുന്ന മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. ഒന്നിന്റെ പുറകെ ദിവ്യാസ്ത്രങ്ങളെ ആവാഹിക്കുന്ന മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ആ ദിവ്യാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ആ ദേവനെ ആദ്യം സ്തുതിക്കും. എന്നിട്ട് വിശ്വാമിത്ര മുനി ആ അസ്ത്രങ്ങൾ രാമന് നൽകി. 1000കണക്കിന് ദിവ്യാസ്ത്രങ്ങൾ. ദേവന്മാർക്ക് പോലും ഈ ദിവ്യാസ്ത്രങ്ങളുടെ പേരുകളോ മന്ത്രങ്ങളോ ഓർത്തു വയ്ക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ദിവ്യാസ്ത്രങ്ങൾ രാമന് നൽകി. എന്നാൽ ഈ ദിവ്യാസ്ത്രങ്ങളെ ദേവനെയും പ്രാർത്ഥിച്ച് പിന്നെ ആ ദിവ്യാസ്ത്രങ്ങളെ ആവാഹിക്കുമ്പോൾ ആ ദിവ്യാസ്ത്രങ്ങൾ വ്യക്തി രൂപത്തിൽ ഭഗവാന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അവരുടെ എല്ലാം ആകാശ രൂപത്തിൽ, സൂക്ഷ്മ രൂപത്തിൽ. ചിലവരാണെങ്കിൽ കൽക്കരിയുടെ നല്ല കത്തിക്കൊണ്ടിരിക്കുന്ന കൽക്കരി പോലെ കാണപ്പെട്ടു. ചില ദിവ്യാസ്ത്രങ്ങളാണെങ്കിൽ സൂര്യനെ പോലെയും ചന്ദ്രനെ പോലെയും ജ്വലിച്ചുകൊണ്ടിരുന്നു. ആ ദിവ്യാസ്ത്രങ്ങളെല്ലാം ഒരുപാട് സന്തോഷിച്ചു. കാരണം രാമന്റെ സേവനത്തിന് വേണ്ടി നമ്മളെ വിളിക്കുകയാണല്ലോ. അവരെല്ലാം കൈകൂപ്പി രാമന്റെ മുമ്പിൽ ഇങ്ങനെ നിന്നു. ആ ദിവ്യാസ്ത്രങ്ങളെല്ലാം രാമൻ വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിച്ചു. എന്നിട്ട് അവരോട് പ്രാർത്ഥിച്ചു, എൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുമ്പോൾ തന്നെ നിങ്ങൾ പ്രത്യക്ഷപ്പെടണം എന്ന് ഭഗവാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി രൂപത്തിലുള്ള ആയുധങ്ങൾ പറഞ്ഞു, അങ്ങ് പറയുന്ന പോലെ അങ്ങ് ഇങ്ങനെ അഭ്യർത്ഥിക്കേണ്ട ആവശ്യം പോലും ഇല്ല, നമ്മളെല്ലാം അങ്ങയുടെ ദാസന്മാരാണ്. എന്നിട്ട് ആ ആയുധങ്ങൾ, പൊതുവെ ആ ഒരു യോദ്ധാവാണ് ആ ആയുധങ്ങളെ പൂജിക്കുന്നത്. ഈ ഓരോ ആയുധങ്ങളും രാമന് ചുറ്റും വളരെയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും പ്രദക്ഷിണം ചെയ്തിട്ട് അവരെല്ലാം അപ്രത്യക്ഷമായി. അന്നേരം ഈ ദിവ്യാസ്ത്രങ്ങളെ പ്രയോഗിക്കേണ്ട രീതി, അതിനെ ആവാഹിക്കേണ്ട രീതി എല്ലാം പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം വിശ്വാമിത്ര മുനി പറഞ്ഞു, മോനെ രാമ, ഞാൻ നൽകേണ്ട അറിവുകളൊക്കെ പൂർത്തിയായിരിക്കുകയാണ്. വീരകുമാരന്മാരെ, ഇനി നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകാം. അങ്ങനെ അവർ യാത്ര തുടരുകയാണ്. ഹരേ കൃഷ്ണ. അങ്ങനെ ഇന്നത്തെ രാമായണം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി രാമായണം നമുക്ക് വൈകുന്നേരത്തെ 7 മണിക്കാവും. ഇന്നത്തെ രാമായണത്തിൽ നമ്മൾ ഭഗവാൻ അവതരിക്കുന്നതായിട്ട് കേട്ടു, താടകവധത്തെക്കുറിച്ച് കേട്ടു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, അല്ലേ? ഇത് നമുക്കൊരു കീർത്തനം കേൾക്കാം, രാമന്റെ കീർത്തനം. जन्म सफल हो गए बंदे, मन में राम बसले,
मन में राम बसाले नाम के मोती को सुखी माला बनाने मन में राम बसाले എല്ലാരും രാവിലെ എഴുന്നേറ്റ ഇതാണ് പറയട്ടെ, മനമേ രാം ബസാലെ. राम पतित पावन करुणाकर राम बोले सरस नाम से प्रीत लगा ले मन में राम बसाले. മനസ്സിൽ രാമനെ നിറയ്ക്കൂ അല്ലേ? पाया है झूठा बंधन त्याग उसे तू प्राणी. ഈ ബന്ധങ്ങളെല്ലാം മോഹമായാണ്. झूठा बंधन त्याग उसे तू प्राणी. राम नाम की ज्योत जलाकर अपना भाग जगा ले मन में राम बसा ले. डूब के अपनी निर्मल कर काया डूब के अपनी निर्मल कर काया. राम नाम से प्रीत लगा के जीवन पार लगा ले मन में राम बसाले. आजा बोले राम बोले राम बोले राम. ഇനി ഒരു കീർത്തനം കൂടെ കേട്ടിട്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം നിർത്താം. श्री रामचंद्र
जय जय राम. गंधर्प अगणित अमित छवि नवनील नीरद सुंदरम गंधर्प अगणित अमित छवि नवनील नीरद सुंदरम. പൊതുനട വഴക്ക് ഒന്ന് ഫയൽ பண்ணு. ഈ ഒരു കീർത്തനം നമുക്ക് കേൾക്കാം. രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 രാം. രാമ രാമ രാം 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 ജയ രാമ രാമ രാം രാം രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 രാമ രാമ രാം 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 ജയ രാമ രാമ രാം 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 ദശരഥ നന്ദന രാം രാം രാം. ദശമുഖമർദ്ദന രാം 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 ദശരഥനന്ദന രാം രാം രാം. ദശമുഖമർദ്ദന രാം 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 പശുപതി രഞ്ജന രാം 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 പാപവിമോചന രാം 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 പശുപതി രഞ്ജന രാം രാം രാം. പാപ വിമോചന രാം രാം രാം. രാമ രാമ രാം രാം രാം. ജയ രാമ രാമ രാം രാം രാം. രാമ രാമ രാം രാം രാം. ജയ രാമ രാമ രാം രാം രാം. अनाथ रक्षक राम 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 आपद्बांधव राम 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 അനാഥ രക്ഷക രാം രാം രാം. ആപദ്ബാന്ധവ രാം രാം രാം. मैथिली नंदन राम 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 मारुति वंदित राम 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 മൈഥിലി നന്ദന രാം രാം രാം. मारुति വല്ലഭ രാം രാം രാം. രാമ രാം. राम राम जय राम 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 രാമ രാമ രാം രാം രാം. ജയ രാമ രാമ രാം രാം രാം. राम 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 जय राम 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 രാമ രാമ രാം രാം രാം. ജയ രാമ രാമ രാം രാം രാം. दशरथ नंदन राम 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 दशमुख मर्दन राम 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 ദശമുഖനന്ദന രാം രാം രാം. ദശമുഖമർദ്ദന രാം രാം രാം. पशुपति रंजन राम 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 पाप विमोचन राम 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 പശുപതി രഞ്ജന രാം രാം രാം. പാപ വിമോചന രാം. राम 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 जय राम 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 जय राम 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 अनाथ रक्षक राम 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 आपद्बांधव राम 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 അനാഥ രക്ഷക രാം രാം രാം. ആപദ്ബാന്ധവ രാം രാം രാം. मैथिली नंदन राम 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 मारुति वंदित राम 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 മൈഥിലി നന്ദന രാം രാം രാം. മാരുതി വന്ദിത രാം രാം രാം. രാമ രാമ രാം രാം. രാമ രാമ രാം രാം. രാമ രാമ രാം രാം. जय राम 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 जय राम राम രാം രാം.
ഇനി ഒരു പാട്ട് കൂടെ നമുക്ക് കേൾക്കാം. ആത്മാരാമാനന്ദരമണ അച്യുത കേശവ ഹരിനാരായണ अविध्यानामन्तस्थिनिरामिहिरते पनगिरे जदनं चैतन्यस्तवकं करन्दश्रुतिधरे अविध्यानामन्तस्थिनिरामिहिरते पनगिरे जदनं चैतन्यस्तवकं करन्दश्रुतिधरे दरिद्रारा चिन्तामणि गुणनिका जन्मजलधा विमाज्ञानं ध्वंसामुरैपुवराहस्य भवति दरिद्रारा चिन्तामणि गुणनिका जन्मजलधा विमाज्ञानं ध्वंसामुरैपुवराहस्य भवति ഹരിനാരായണ भवभयहरणा वन्दितचरणा भवभयहरणा वन्दितचरणा रघुकुलभूषण राजीवलोचन रघुकुलभूषण राजीवलोचन आदिनारायणानन्त शयन सच्चिदानन्द सत्यनारायण आदिनारायणानन्त शयन सच्चिदानन्द ഹരിനാരായണ ആത്മാരാമാനന്ദരമണ അച്യുത കേശവ ഹരിനാരായണ. സൂപ്പർ ആയിട്ടുണ്ടല്ലേ. ഇനി വേറെ ഒന്ന് കേൾക്കാം. रामचन्द्राय जनकराज मनोहराय मामकाभीष्टदाय महितमङ्गलम् रामचन्द्राय जनकराज मनोहराय मामकाभीष्टदाय महितमङ्गलम् कोसलेशाय मन्दहासदासपोषणाय वासवादिविनुत सद्वराय मङ्गलम् कोसलेशाय मन्दहासदासपोषणाय वासवादिविनुत सद्वराय मङ्गलम् चारुकुङ्कुमोपेतचन्दनादिचर्चिताय हारकटकशोभिताय भूरिमङ्गलम् രംഗപൂര വിഹാരം ഒന്ന് കേൾക്കാം അല്ലേ. രംഗപൂര വിഹാരം എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എല്ലാരും ടൈപ്പ് ചെയ്യണോ? രംഗോ രംഗോ. പച്ചൈ മാമല പോൽ മേനി பச்சை மாமலை போல் மேனி
பச்சை மாமலை போல் பவழவாய் கமலச்செங்கண் அச்சுதா அமரரே ஆயுதம் கொழுந்தேனோ இச்சுவை தவிர யார் இந்திரலோகமாளும் அச்சுவை பெரிதும் வேண்டே அரங்கமா நகருளானே அரங்கமா நகருளானே அரங்கமா நகருளானே ரங்க ஜய ரகுவீர ஸ்ரீரங்கபுர விஹார ஜய ரகுவீர ஸ்ரீரங்கபுர കൊള്ളാം അല്ലേ? പിന്നെ വേറൊരു പാട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്.
ഇത് നിങ്ങൾ കേട്ടാണ്, പക്ഷെ ഇത്രത്തോളം നിങ്ങൾ ചിന്തിച്ചു കാണത്തില്ല. കേട്ടു. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് പണ്ടത്തെ സർഗത്തിലെ പാട്ടാണ്. കേട്ടിട്ടുണ്ടോ? വൈകുണ്ഠ പൂരവാസനേ ശ്രീരംഗനാഥനേ ഭൂലോക വൈകുണ്ഠ പൂരവാസനേ ഭൂലോക വൈകുണ്ഠ പൂരവാസനേ ശ്രീരംഗനാഥനേ 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 ഭൂലോക വൈകുണ്ഠ പൂരവാസനേ. കൊള്ളാല്ലേ? ഹരേ കൃഷ്ണ. ജയ ശ്രീറാം. ശ്രീരാമചന്ദ്ര ഭഗവാൻ കി ജയ, സീതാ മയ്യ കി ജയ, ലക്ഷ്മണ ഭരത ശത്രുഘ്ന സ്വാമി കി ജയ, ഹനുമത് സ്വാമി കി ജയ. ഇനി നമുക്ക് വൈകുന്നേരത്ത് 7 മണിക്കാണ്. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. പരിശുദ്ധ ഭക്തിയിലേക്ക് പോകാൻ ഒരവസരം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ ശ്രീറാം.